ജസ്റ്റിസിൽ വന്നിട്ട് പരാതി കൊടുത്തു. എനിക്കറിയാം എനിക്കെതിരെ ഉള്ളവരൊക്കെ ഇതിലും വലിയ കൈകളിലേക്ക് എത്തും. അവരിതിലും വലിയ കളികളൊക്കെ കളിക്കുന്നുണ്ട്. പക്ഷേ സത്യം വിജയിക്കണമല്ലോ. നാളെ ഒരുപക്ഷെ ഈ വീഡിയോ വന്നതിന് ശേഷം ഒരുപക്ഷെ ഞാൻ കൊല്ലപ്പെട്ടേക്കാം. കാരണം അത്രയും വലിയവരാണ് ഈ നിൽക്കുന്നത്. അത്രയും കള്ളക്കേസിൽ എന്നെ കുടുക്കിയേക്കാം. കാരണം അത്രയും ക്രിമിനൽ മൈൻഡുള്ളവരാണ് സജിന ഉൾപ്പെടെ. സജിനയുടെയും റസൂൽ പൂക്കുട്ടിയുടെയും അവരുടെ ടീമിൻ്റെ ഓവർ സ്മാർട്ടാണ് എന്നിപ്പോൾ ഈ ഒരു കുടുക്കിൽ കൊണ്ടുവന്ന് എന്നെ ഇതെല്ലാം പറയാൻ കാരണമാക്കിയത്. എത്രയും പെട്ടെന്ന് ഒരു ലീഗൽ സംഭവം എടുത്തിട്ട് ഇവനെതിരെ കേസ് ഫയൽ ചെയ്യാം. ഫിറോസിനെതിരെ എത്രയും പെട്ടെന്ന് ഒരു ലീഗൽ സംഭവം എടുത്തിട്ട് ഇവനെതിരെ കേസ് ഫയൽ ചെയ്യാം. ഫിറോസിനെതിരെ ഫിറോസിന്റെ കയ്യിലത്തെ ഏറ്റവും വലിയ ആയുധമാണ് ഈ പ്രഗ്നന്റ് ആണെന്നുള്ളത്. നിങ്ങളുടെ കുബുദ്ധി കാരണം ഇനി എനിക്ക് എത്രയോ നാളുകളായിട്ട് നീന്റെ കൂട്ടുകാർക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്ത് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ്? എന്തോന്ന് ആണല്ലോ പറയണ്ട, വന്ന് മറച്ചു വെക്കേണ്ട കാര്യങ്ങളൊന്നും. റസൂൽ പൂക്കുട്ടി, സജ്ന, ഫിറോസ് ഒളിച്ചു വെക്കേണ്ട കാര്യങ്ങളും പരസ്യമാക്കി മൊത്തം പുറത്തായി. ഇപ്പോൾ നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. പല നാടകങ്ങളും പൊളിഞ്ഞു. പലതും പറഞ്ഞുകൊണ്ട് വന്ന കള്ളത്തരങ്ങളും അതുമാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന പല നാടകങ്ങളും പൊളിഞ്ഞെന്ന് പറഞ്ഞാൽ പോലെ ചീട്ടുകൊട്ടാരം പോലെ പൊളിഞ്ഞു. ഇതൊരു ലോങ് വീഡിയോ ആണ്. ഒരുപാട് കാര്യങ്ങൾ ഫിറോസ് പറയുന്നുണ്ട്. തെളിവ് സഹിതം, വീഡിയോ സഹിതം, വോയിസ് സഹിതം ഒക്കെ തെളിവ് നിരത്തിയാണ് ഫിറോസ് സംസാരിക്കുന്നത്. അതിലെത്രത്തോളം ന്യായമുണ്ട്, ഏതൊക്കെയാണ്, ഒരാളുടെ ഭാഗം മാത്രമേ കേൾക്കുന്നുള്ളൂ, മറുള്ള ആളുടെ നമ്മൾ കേൾക്കുന്നില്ല. പക്ഷേ എങ്കിലും ഈ തെളിവ് മുഖാന്തരം കാണിക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാതിരിക്കാനും പറ്റത്തില്ല. ആ രീതിയിലുള്ള കാഴ്ചയാണ്. എല്ലാം കണ്ടു നോക്കൂ, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ. 1% പോലും മനുഷ്യത്വത്തിൻ്റെ ഒരു കണികയും അവളുണ്ടായിരുന്നില്ല. അവളുടെ ഓരോ തെറ്റുകൾക്കും ഞാൻ മാപ്പ് കൊടുത്ത് എൻ്റെ കൂടെ കൂട്ടിയിരുന്നു. ഈ കഴിഞ്ഞുപോയ 10 വർഷങ്ങൾ ഞാൻ പരമാവധി ക്ഷമിച്ചും സഹിച്ചും മാപ്പ് കൊടുത്തുമൊക്കെ കൂടെ നിർത്തി എന്നാണ് പറയുന്നത് ഫിറോസ്. ഇപ്പോൾ വലിയൊരു വിവാദത്തിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതായത് ഗർഭം 9 ആഴ്ച എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഒരു ഇത് വന്നായിരുന്നു, ഫോട്ടോ വന്നായിരുന്നല്ലോ. അത് ഞാനല്ല ചെയ്ത് ഹാക്ക് ചെയ്തിട്ടതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ വന്നു. അതൊക്കെ പൊളിഞ്ഞു. അതെല്ലാം പൊളിഞ്ഞ് നാശമായിരിക്കുകയാണ്. അപ്പോൾ ആ സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്താണ് ഇതുപോലുള്ള വോയിസും ഈ വീഡിയോയും കാര്യങ്ങളുമായിട്ട് ഫിറോസ് വന്നിരിക്കുന്നത്. അതിപ്പോൾ കേട്ട് നോക്കി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കാര്യങ്ങൾ മനസ്സിലാവും. കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. വന്നപ്പോൾ അത് കൃത്യമായി തന്നെ ക്രിമിനലായ റസൂൽ പൂക്കുട്ടിയും ടീമും അത് ഉപയോഗിച്ചു. റസൂൽ പൂക്കുട്ടിയുടെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിച്ച യൂട്യൂബേഴ്സ്, അതിൽ പ്രധാനികളാണ് ഒരു പുരുഷനും ഒരു സ്ത്രീയും, പിന്നെ കുറച്ച് മെമ്പേഴ്സുമുണ്ട്. അവർ കൃത്യമായി ആ അവസരത്തെ മുതലാക്കി റസൂൽ പൂക്കുട്ടിയുടെ ന്യൂസിനെ അവർ പിന്തള്ളിക്കൊണ്ട് എൻ്റെ ന്യൂസിന് റസൂൽ പൂക്കുട്ടിയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയാണ് ഏതോ യൂട്യൂബർമാർ, ഒരാണും ഒരു പെണ്ണും എന്നൊക്കെയാണ് പറയുന്നത്, ചെയ്തെന്നൊക്കെ പറയുന്നത്. ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടൊരു കൂടെയുള്ള നാടകമാണ് എന്നൊക്കെയാണ് നമ്മുടെ ഫിറോസ് പറയുന്നത്. ബാക്കി കൂടെ കേട്ടോ, കാര്യങ്ങൾ വ്യക്തമായിട്ട് കേട്ടാലേ നിങ്ങൾ മനസ്സിലാവത്തുള്ളൂ. കഴിയുമെന്നുണ്ടെങ്കിൽ മൊത്തം നിങ്ങൾ കാണണം വീഡിയോ. പ്രധാന കാരണം സജിന തന്നെയാണ്. എന്നെ ഇതിലേക്ക് വലിച്ചഴിച്ചതും സജിന തന്നെയാണ്. കാരണം ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഇങ്ങനെ ഒരു ഓപ്പൺ ബുക്കാകാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. അവരുടെ ഓവർ സ്മാർട്ട്, സജിനയുടെയും റസൂൽ പൂക്കുട്ടിയുടെയും അവരുടെ ടീമിൻ്റെ ഓവർ സ്മാർട്ടാണ് എന്നെ ഇപ്പോൾ ഈ ഒരു കുടുക്കിൽ കൊണ്ടുവന്ന്. അത് കറക്റ്റ് കാര്യമാണ്. അതായത് നിങ്ങളുടെ കുടുംബത്തിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ, അത് നിങ്ങളുടെ പേഴ്സണലായ കാര്യങ്ങൾ തന്നെയാണ്. അത് സോഷ്യൽ മീഡിയയിൽ വന്ന് പബ്ലിക് ആക്കുമ്പോൾ അത് പിന്നെ പബ്ലിക്കായി. പിന്നെ അവിടെ പ്രതികരണങ്ങളുണ്ടാവും. പലവരും പല രീതിക്കും പ്രതികരിക്കും. അതൊക്കെ സ്വാഭാവികമാണ്. അവിടെ പിന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പേഴ്സണൽ കാര്യങ്ങൾ പേഴ്സണലായിട്ട് വയ്ക്കാൻ പഠിക്കുക. ഇപ്പം ആരായി നിങ്ങൾ രണ്ടുപേരും, നിങ്ങൾ ഭയങ്കര ദമ്പതിമാരാണ്, നിങ്ങൾ ഭാര്യ ഭർത്താവന്മാരായ ഇങ്ങനെ ആകണം എന്ന് കാണിച്ച് ജീവിച്ച ആൾക്കാരാണിരുന്നല്ലോ അല്ലേ? ബാക്കിയോടെ കാണാം. ഇതൊരു വിജയപരാജയമല്ല. പക്ഷേ ഇത് പറയാനൊരു അവസരം, അതായത് ഇത് പറയാൻ എന്നെക്കൊണ്ട് ഈ കളത്തിൽ അവർ ഇരുത്തിയതാണ്. ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും എൻ്റെ ദുഃഖങ്ങൾ ഞാൻ പറയില്ല. പൊതുവേ എൻ്റെ ദുഃഖങ്ങൾ ഞാൻ ആരോടും ഷെയർ ചെയ്യാറില്ല, എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഷെയർ ചെയ്യാറില്ല. പക്ഷേ ഇപ്പോൾ എൻ്റെ ഈ ജീവിതാനുഭവം ഫുള്ള് എനിക്ക് പറയേണ്ടി വരുന്ന എൻ്റെ ഈ ഒരു അവസ്ഥ അതൊരു വല്ലാത്ത വൾനറബിളായിട്ടുള്ളൊരവസ്ഥയാണ്. അപ്പോൾ ഇതിൻ്റെ തുടക്കം ഈ
അതിന് മുന്നേ ഒരു കാര്യം പറയാം. ഞാൻ ഈ വീഡിയോ സജിന ഇട്ട എന്നെ വികൃതമായി അല്ലെങ്കിൽ മോശക്കാരനാക്കി കള്ളം പറഞ്ഞിട്ട് ആ വീഡിയോയ്ക്ക് ശേഷം കുറച്ച് സമയമെടുത്ത് ഈ വീഡിയോ ഇപ്പോൾ പുറത്തു വരാൻ. അതിന് പ്രധാന കാരണം ഈ സജിന പറയുന്നത് പോലെ എന്തും വായ്ത്തോന്ന് വിളിച്ച് പറയല്ല, റിയലായിട്ടുള്ള കാര്യം. അത് പറയുമ്പോൾ പോലും അതിൻ്റെ തെളിവുകളും കാര്യങ്ങളും വേണം. കാരണം അത്രമേൽ സെൻസിറ്റീവായൊരു വിഷയമാണിത്. ഇതിൽ വരുന്ന ഓരോ വ്യക്തികളും ചില്ലറക്കാരല്ല. ഇത് മൊത്തം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. നാളെ ഒരുപക്ഷെ ഈ വീഡിയോ വന്നതിന് ശേഷം ഒരുപക്ഷെ ഞാൻ കൊല്ലപ്പെട്ടേക്കാം. കാരണം അത്രയും വലിയവരാണ് ഈ നിൽക്കുന്നത്. അത്രയും കള്ളക്കേസിൽ എന്നെ കൊടുക്കേക്കാം. കാരണം അത്രയും ക്രിമിനൽ മൈൻഡുള്ളവരാണ് സജിന ഉൾപ്പെടെ. സജിന എപ്പോഴും പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഈ 10 വർഷം ഞാൻ ജീവിച്ചപ്പോഴും എന്നെ വരട്ടാൻ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഒന്നുകിൽ അവൾ എൻ്റെ പേരെ എഴുതി വെച്ച് സൂയിസൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ മകളെ വെച്ച് ബോക്സ് ഇട്ട് തരുന്നു. അവൾ തെറ്റ് ചെയ്യുമ്പോൾ ഞാൻ പിടിക്കപ്പെടുമ്പോഴും ഒക്കെ അവൾ പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ അത്രയും ക്രിമിനൽ മൈൻഡാണ്. ഏതറ്റം വരെ വേണമെങ്കിലും ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെ വേണമെങ്കിലും സജിന പോകും. അപ്പോൾ ഇപ്പോഴും പുറത്ത് പറഞ്ഞതുകൊണ്ട് ഇതൊക്കെ ഇനി പുറത്ത് ഈ വിശദീകരിച്ച് എല്ലാ കാര്യങ്ങളും പരസ്യമാക്കുന്നത് കൊണ്ട്, പബ്ലിക്കിൽ വെക്കുന്നത് കൊണ്ട് ഫിറോസിന് ഭീഷണി ഉണ്ടാകും, അല്ലെങ്കിൽ കൊല്ലും, മരണം വരെ സംഭവിക്കാം എന്നൊക്കെ ഉള്ളൊരു പേടിയോടുകൂടിയാണ് ഫിറോസ് ഇപ്പം രംഗത്തെത്തിയിരിക്കുന്നത്. കാരണം ഫിറോസ് പറയുന്നത് ഫിറോസിൻ്റെ ആദ്യത്തെ ഭാര്യയും സജിനയും മോശമല്ല, ക്രിമിനൽ ലുക്കാണ്, ക്രിമിനൽ മൈൻഡാണ്, അതുപോലെ തന്നെ പൂക്കുട്ടിയും ഒരുപാട് സ്വാധീനമുള്ളവരാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഈ ഒരു മാസം പോലും ആയില്ലല്ലോ, ഒരു ദിവസം അവളുടെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് അവളൊരു വീഡിയോ ഇടുകയാണ്. റസൂൽ പൂക്കുട്ടിയും സജിനയുമായി 4 വർഷമായിട്ട് പ്രണയത്തിലാണ്, 3 മാസം ഗർഭിണിയാണെന്ന്. അടുത്ത ദിവസം തന്നെ കുറച്ച് മണിക്കൂർക്കുള്ളിൽ തന്നെ അവളുടെ അക്കൗണ്ടിൽ നിന്ന് അത് ഡിലീറ്റ് ചെയ്തു. അതെനിക്ക് തോന്നുന്നു റസൂൽ പൂക്കുട്ടി ഈ ഓൾറെഡി വുമണൈസർ ആണല്ലോ, അപ്പോൾ ഇയാൾ തേച്ചിട്ട് പോകാനായിട്ടുള്ള എന്തോ പരിപാടി അതിനകത്ത് വന്നതാണ്. അപ്പോൾ ലോക്ക് ചെയ്യാൻ വേണ്ടിയാണ് സജിന വീഡിയോ ചെയ്തത്. എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയാവുന്നൊരു കാര്യമുള്ളൂ. അപ്പോൾ അതിനും ആ സമയത്ത് വീഡിയോ ഇട്ട സമയത്ത് തന്നെ കോംപ്രമൈസ് ആയിക്കണം, അതാണ് ഡിലീറ്റ് ചെയ്തത്. ഈ 1 മാസത്തിന് ശേഷം സെയിം സിനാരിയോ ആണ് സംഭവിച്ചിരിക്കുന്നത്. പൂക്കുട്ടി വന്ന് അവളെ തേച്ചിട്ട് വന്ന് നോക്കുന്നു. അവൾ വന്നിട്ട് 9 ആഴ്ച എന്ന് പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് അവളുടെ ഇൻസ്റ്റാഗ്രാമിലിടുന്നു. പിന്നെ അത് ഡിലീറ്റ് ചെയ്യുന്നു. അതായത് കോംപ്രമൈസ് ആകുമ്പോഴത്തേക്ക് അത് ഡിലീറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഇത് കൈവിട്ട് പോയി എന്നറിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും മെഴുകാനായിട്ട് അടുത്ത ഒരു കഥയുമായിട്ട് വരുന്നു, ഹാക്കിംഗ് കഥയുമായിട്ട് വരുന്നു. ഇത് തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിൽ ഈ ഫോട്ടോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഒത്തിരി സമയം കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ കണ്ട് അതിനെപ്പറ്റി റിയാക്ട് ചെയ്ത് തുടങ്ങി. യൂട്യൂബിലൊക്കെ ഒരുപാട് റിയാക്ഷൻ വന്നു തുടങ്ങി. ഒക്കെ കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ബോധോദയം ഉണ്ടായത്. ഉടനെ ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്തു. ഇപ്പോൾ ഈ ഫിറോസ് പറയും പോലെ ചിലപ്പോൾ അവരുടെ തമ്മിലുള്ള ഡീലിങ്സ് ക്ലിയർ ആയതിനു ശേഷമായിരിക്കാം ഡിലീറ്റ് ചെയ്തത്. അത് വാട്ട് എവർ ഇറ്റ് ഈസ്, ഡിലീറ്റ് ചെയ്തതിന് ശേഷം അതിനെ മെഴുക്കാൻ വേണ്ടി, അതിനെ ഒന്ന് മയപ്പെടുത്താൻ വേണ്ടി ഒരു ഹാക്കിംഗ് കഥയും കൊണ്ടുവന്നു. അതാണ് ഒരിക്കലും ഇരയ്ക്ക് പിടിക്കാത്തൊരു സംഭവം. ഹാക്ക് ചെയ്തതാണ്, അങ്ങനെ സംഭവിച്ചാണ്, ഇങ്ങനെ സംഭവിച്ചാണെന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഹാക്ക് കഥ അന്നേ ആർക്കും വിശ്വാസമായിട്ടില്ല. സജിന അന്ന് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും ആർക്കും അത് വിശ്വാസമായി കാണില്ല, സാധ്യതയില്ല. കാരണം അങ്ങനെ ഒരു ഹാക്ക് നടന്നിട്ടുണ്ടെങ്കിൽ മണിക്കൂർ കണക്കും ഒരു ദിവസമൊന്നും കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ചെയ്യാമായിരുന്നു. എന്തുകൊണ്ട് ചെയ്തില്ല? ഈ സജന എന്നെ പറയുന്നുണ്ട്, ഒരുപക്ഷെ എൻ്റെ ഫോൺ ഓഫായി പോയി കഴിഞ്ഞാൽ ഞാൻ വേറെ ആരെങ്കിലും ഫോൺ എടുത്ത് വരാൻ എനിക്ക് ഓപ്പൺ ചെയ്ത് നോക്കുമെന്നൊക്കെ. അതിലേക്ക് ഞാൻ വരാം, ബാക്കി ഇവിടെ കേൾക്കാം. പക്ഷെ എന്തൊക്കെ നമ്മൾ മെഴുകിയാലും പ്രപഞ്ചനീതി, ദൈവനീതി എന്നൊക്കെ പറഞ്ഞ ചില സാധനങ്ങളുണ്ട്. അത് സത്യങ്ങൾ പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. ഒരു ഉളുപ്പില്ലാതെ ഇങ്ങനെ പച്ചക്കള്ളം അടിച്ചടി മാറ്റിപ്പറഞ്ഞ് ജനങ്ങളെപ്പോലും വിഡ്ഢികളാക്കാൻ. കറക്റ്റായ കാര്യമാണ്. എത്ര മെഴുക്കാൻ ശ്രമിച്ചാലും ഇതുപോലെ സംഭവിക്കും. ഈ കാണുന്ന ഹോസ്പിറ്റൽ റിപ്പോർട്ടൊക്കെ പുറത്തു വന്നല്ലേ, അത് സംഭവിക്കുക തന്നെ ചെയ്യുമല്ലോ. അതങ്ങനെയാണ്. എത്ര നാൾ ഒളിച്ചു വയ്ക്കാൻ കഴിയും? തന്നെ വേണമെന്നും ബലമായിട്ട് ഞാൻ ഷാദിത്തുള്ള സമയത്ത് ഞാൻ ഇക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഇതൊന്നും അല്ല, ഇതിന് 2 മാസം മുന്നേ ആണത്. ഈ പ്രാവശ്യം, അതായത് കഴിഞ്ഞ മാസം, അതായത് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ആയപ്പോഴാണ് ഈ കുഞ്ഞായത്. അല്ലാതെ ഞാൻ നിങ്ങളെ പീഡിപ്പിച്ചോ, ഞാൻ നിങ്ങളെ അബ്യൂസ് ചെയ്തോ, നിങ്ങളിരിക്കുന്ന സാധനം എടുത്തിട്ട് എൻ്റെ അടുത്ത് വെച്ചിട്ട് എനിക്ക് കുഞ്ഞിനുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ എനിക്ക് ഉള്ളിൽ തന്നോണ്ടായുണ്ടല്ലോ കുഞ്ഞുണ്ടായത്. ആ ഫോട്ടോ ഫേക്കാണ്, എൻ്റെ അക്കൗണ്ട് ആരോ ഹാക്ക് ചെയ്തു, അത് ആരോ കൊണ്ട് പോസ്റ്റ് ചെയ്താണ്, എന്നെ നാണം കെടുത്താൻ ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരത്തെ മെഴുകിയിരുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ. അതിന് മറുപടിയായിരിക്കും ഇതിന് ഇനി എന്താ പറയാനാ? ഇതിപ്പോൾ എന്താ പറയും,
ഇത് ഹാക്കാണെന്ന് പറയാൻ പറ്റുമോ? തമ്മിൽ റസൂൽക്കുട്ടിയും സജിനയും തമ്മിൽ സംസാരിക്കുന്ന വീഡിയോ, മ്ലേച്ഛമായ സംസാരം. എന്തു സംസാരമാണോ ഇത്? ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. നിൻ്റെ സാധനം എടുത്ത് എൻ്റെ കൊണ്ടുവച്ച് എന്തൊക്കെയാണ് ഇത്? ഒരു മര്യാദ എന്ന് പറയണത് വേണ്ടേ? അപ്പം കാര്യം എല്ലാവർക്കും മനസ്സിലായല്ലോ. തീയില്ലാതെ പുക ഉണ്ടാവത്തില്ല. എനിക്ക് ഇനി റസൂലിക്ക ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരു കുട്ടിയല്ല. ഇവരെ കൊല്ലാൻ വേണ്ടി ദേഷ്യപ്പുറത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അവർ ചത്താലും കുഴപ്പമില്ല, എനിക്കിത് മതി, എനിക്ക് പൈസ മതി. ഓവർ കുബുദ്ധി, ഇക്കാടെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ ഇപ്പോൾ. ഞാൻ പറഞ്ഞോട്ടെ എന്ത് രക്ഷ ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ നമ്മളെ കാര്യം വരെ പുറത്ത് വന്നതും. ഇനി എനിക്ക് റസൂലിക്ക എന്ത് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ്? എന്തോന്ന് ആണല്ലോ റസൂലിക്ക നിങ്ങളെ വൈഫിന്റെ അടുത്ത് പറഞ്ഞ പ്രഗ്നന്റ് കാര്യം പറഞ്ഞേ പറ്റത്തുള്ളൂ റസൂലിക്ക. ഇനി എനിക്ക് അല്ലല്ല ഇനിയിപ്പോ എനിക്ക് എനിക്ക് പറ്റത്തില്ല. ഞാൻ എത്രയോ ക്ഷമിക്കുന്നുണ്ട്. എല്ലാം ഞാൻ ഇപ്പൊ എങ്ങനെ ഇരിക്കണം? അല്ല റസൂൽ പൂക്കുട്ടി, ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്കൊരു ഭാര്യ ഉണ്ടല്ലോ അല്ലേ? അതും സുഖമില്ലാത്ത ഒരു ഭാര്യയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നിട്ടാണ് നിങ്ങൾ ഈ വേലത്തരങ്ങൾ കാണിക്കുന്നത് അല്ലേ? ആ പാവത്തിനെ ചതിച്ചിട്ട്. എന്തായാലും ഇപ്പം കാര്യം ഒന്നിച്ച് ക്ലിയർ ആയല്ലോ അല്ലേ? ഇനി ഭാര്യയോട് പറയണം, വീട്ടിൽ പറയണമെന്ന് സജിന പറയുന്നുണ്ട്. വെറുതെ ചെന്ന് പറയാനല്ലല്ലോ പറഞ്ഞത്, ഗർഭമാണ് എന്ന് പറയണം, എന്നെ കല്യാണം കഴിക്കണം എന്ന രൂപത്തിലല്ലേ പറയുന്നത് അല്ലേ? അപ്പം ഇപ്പം ഗർഭം എങ്ങനെ ഉണ്ടായി? കാറ്റടിച്ചതായിരിക്കും അല്ലേ? അത് നേരത്തെ പറഞ്ഞോണൊക്കെ എൻ്റെ സാധനം എൻ്റെ സാധനത്തിലോട്ട്, എൻ്റെ സ്ഥാനം എൻ്റെ സ്ഥാനത്തിലോട്ട്, അതാണിതാ. വല്ലാത്ത ഗതികേടുകൾ തന്നെ. സത്യം പറഞ്ഞാൽ നാണം തോന്നുന്നുണ്ട്, നാണം. ഇത് നമുക്കിത് വീഡിയോ കാണാൻ തന്നെ നാണം തോന്നുന്നുണ്ട്. വല്ലാത്തൊരു ജന്മങ്ങൾ. പ്രഗ്നന്റ് കാര്യം പറഞ്ഞേ പറ്റത്തുള്ളൂ റസൂലിക്ക. ഇനി എനിക്ക് അല്ലല്ല ഇനിയിപ്പോ എനിക്ക് പറ്റത്തില്ല. ഞാൻ എത്രയോ ക്ഷമിക്കുന്നുണ്ട്. കുടുംബക്കാർ വിടാം. നമ്മളിന്ന് സംസാരിച്ചതിന് ശേഷമല്ലേ ഇയാൾ അവരെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചത്? ഒരിക്കലും ഞാനും നീയും ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യകത നീ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. അത് ഞാനല്ലല്ലോ മനസ്സിലാക്കുന്ന റസൂൽക്കുട്ടി. ചതിച്ചുണ്ടാക്കി എന്നുള്ളൊരു ഡയലോഗ് ഉമ്മീർ നേരത്തെ പറഞ്ഞു നിങ്ങൾ. ഞാൻ സജിന ഇങ്ങനെ ഞാൻ അത് നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കിയെന്ന് പറഞ്ഞു. നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കാൻ നിങ്ങൾ ഇരിക്കുന്ന സാധനം ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അതും സ്നേഹത്തോടെ നമ്മൾ ഈ പ്രാവശ്യം വിവാന്ത കാലിക്കട്ടുള്ള വിവാന്തയിൽ നമ്മൾ പോയതും അവിടുന്ന് നമ്മൾ ട്രാവൽ ചെയ്തതും ഇതെല്ലാത്തിനും ഉണ്ടല്ലോ, ഇതെല്ലാം ഉണ്ടല്ലോ. ഞാൻ അതിന് വലിയ ഷോക്കായിരുന്നു. എന്ത് നിങ്ങൾ ഷോക്ക് ട്രീറ്റ്മെന്റ് പൂക്കുട്ടിക്ക് ഷോക്കായാ? അറിഞ്ഞില്ലായിരുന്നല്ലേ? സേഫ്റ്റി മുഖ്യം ബിഗിലേ. അറിയണം, എല്ലാം അറിയും. നിങ്ങൾ കുഞ്ഞ് പോയുണ്ടോ വിചാരിക്കുന്നത്? കാരണം എനിക്ക് മറ്റേ ലണ്ടനിൽ നിന്ന് യു എയിൽ നിന്ന് എനിക്ക് മെഡിസിൻ എടുത്തുകൊണ്ട് വരുന്നു, കുഞ്ഞിന് കൊടുക്കാനുള്ള പ്രൊട്ടക്റ്റ്, കുഞ്ഞിന് എത്രയും കെയറിംഗ് ആയിട്ട് ചെയ്യണം എന്നുള്ള സാധനങ്ങൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മ്യൂച്വലായിട്ട് എടുത്തൊരു തീരുമാനം കുഞ്ഞിനെ കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞതിന് ശേഷം അത്രയും കെയറിംഗ് ആയിട്ട് നിന്ന ഒരാൾ എൻ്റെ വീട്ടിൽ നിന്നാലും എൻ്റെ ഇവിടുന്ന് പറയുമ്പോഴാലും നിങ്ങൾ എൻ്റെ വീട്ടുകാർ പറയുന്നത് അതെങ്ങനെയെങ്കിലും അതിനെ കൊല്ലാൻ നോക്കുക, ആ കുഞ്ഞിനെ കൊല്ലാൻ നോക്കുക. വേണ്ട എങ്കിൽ ആദ്യം ലണ്ടനിൽ ദുബായിൽ നിന്നും ഒക്കെ മരുന്നൊക്കെ എത്തിച്ചു കൊടുത്ത് എല്ലാം ക്ലിയർ ചെയ്തിരുന്ന അടിയിൽ കൂടെ ഉള്ള പരിപാടി ഇതായിരുന്നല്ലേ? കൊച്ചിനെ കൊല്ലാനുള്ള പരിപാടി. പൂക്കുറ്റിയാണ്. ഇത് പൂക്കുറ്റിയാണെങ്കിൽ സജിന മത്താപ്പും രണ്ടും കൂടെ ആപ്പോൾ സുഖമായി. ബാക്കിയുള്ള എല്ലാവരും ഇവിടെ ഇട്ട് ഇങ്ങനെ കോമാളിയാക്കാന്നുള്ള ശ്രമം. ഒന്നും അറിഞ്ഞില്ല നാമനാരായണ. നടക്കട്ടെ. അപ്പം ഞാൻ പറയുന്നത് ശരി, പ്രൊട്ടക്ഷൻ എടുക്കുന്നത് എനിക്കത് ഇഷ്ടമല്ല എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പം നിങ്ങളെ സേഫ്റ്റി നോക്കിക്കൂടായിരുന്നോ? അപ്പം നിങ്ങൾക്ക് ഇനി ഒരു കുഞ്ഞുണ്ടാവുന്നുള്ളത് അറിയാമല്ലോ. അപ്പം ഞാൻ ചോദിക്കട്ടെ, ആ ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ ഞാനത് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ ഇനി ഒരു കുഞ്ഞുണ്ടായാൽ ഞാൻ കളയിലേക്കാം. എനിക്കത് പറ്റത്തില്ല. കാരണം ഞാൻ അന്ന് പോലും ആ ഒരു കോമയിൽ പോയത്, ഈ കുഞ്ഞ് പോയപ്പോൾ പോലും എനിക്കറിയാം ഞാനത് ഭയങ്കര മാനസികമായിട്ട് വിഷമിച്ചിരുന്നു. ഞാൻ അതിൽ എനിക്കൊരു കുഞ്ഞിനെ തന്നത്, വീണ്ടും ഒരു കുഞ്ഞിനെ തന്നത് അള്ളായിട്ടാണ് തന്നത് എനിക്കത്. അല്ലാതെ ഇപ്പം നമ്മൾ കറക്റ്റ് നിങ്ങളതിന് പീഡിപ്പിച്ച് സാധനങ്ങൾ എടുത്ത് ഞങ്ങൾ ഇൻജെക്ട് ചെയ്ത സാധനമല്ലല്ലോ ഞാനിത്. നമ്മൾ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് നമ്മൾ ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ നമ്മൾ ചെയ്തിട്ടാണോ നമുക്കിത് വന്നത്. അല്ലാതെ നിങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് ഇതൊക്കെ എന്റെ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. അയ്യോ, ഞാൻ ചോദിക്കട്ടെ പൂക്കുട്ടി, നിങ്ങൾക്ക് കുഞ്ഞിനോട് ആത്മാർത്ഥ ഒരു തന്തയെന്നുള്ളൊരു സാധനം നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു, ആ കുഞ്ഞിനെ കൊല്ലാൻ നടക്കുന്നത് നിങ്ങളെ ഞാൻ നിങ്ങളടുത്ത് പറയണോ? ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി നടന്ന നിങ്ങളടുത്ത് ഞാൻ പറയണോ? ഇപ്പോൾ ഈ കേട്ടത് ഇതിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. വിശദമായിട്ട് ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ നമുക്ക് എൻ്റെ ലൈഫിൻ്റെ സജിനയിൽ നിന്ന് കുറച്ചുകൂടി മുന്നേക്ക് പോകേണ്ടതുണ്ട് ഇതിൻ്റെ ഒരു, കാരണം കുറേ അലിഗേഷൻസ് അവൾ പറഞ്ഞത് കാരണം എനിക്ക് അത് കൂടി പറയേണ്ടതുണ്ട്. എന്തോ അല്ലേ
റസൂൽ പൂക്കുട്ടി, സജിന എന്തായാലും നല്ല രീതിയാണ്. ഫിറോസിനെ പറ്റി കുറേ കാര്യങ്ങളൊക്കെ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ഇവിടെ വെളിപ്പെടുത്തേണ്ടതുണ്ട് എന്ന് പറയുന്നുണ്ട് ഫിറോസ്. ബാക്കിയുള്ള എന്താണ് കാരണങ്ങളെന്നറിയാമോ? കേട്ടാൽ ഞെട്ടും, മൂക്കത്ത് വിരൽ വെച്ച് കണ്ടുപോകും, കേട്ടുപോകും. അമ്മാതിരി കാര്യങ്ങളാണ് അണിയറയിൽ മുന്നേ നടന്നത്. അപ്പോൾ അതുകൂടി ഒന്ന് കേട്ടു നോക്കണം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇവരൊക്കെ ആരാണ്, ഏത് ലെവൽ ആൾക്കാരാണെന്ന്. കേൾക്കാം. പുതുക്കാട് അങ്ങനെ പറഞ്ഞ സ്ഥലത്ത്, കോട്ടയ്ക്കൽ പുതുക്കാട് എന്നൊരു സ്ഥലത്ത് കൊണ്ടുപോകണം. അവരവിടെ ആൽബം പോകുന്നു. അപ്പം ഒരു ആൽബത്തിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. ഇവർ വരുന്നു, ഒരാഴ്ച ഒക്കെ അവിടെ കാരണം ഒരു പാട്ടിനൊക്കെ ഒരാഴ്ച എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ എനിക്കെന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു. അങ്ങനെ സജന വരുന്നു. ഞാൻ ഈ മൊബൈലൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്ന ആദ്യമൊന്നും കണ്ടില്ല. പക്ഷേ പയ്യെ എനിക്ക് മനസ്സിലായി അതിനകത്ത് അതിൻ്റെ ഡയറക്ടറുമായിട്ട് സജന പ്രണയത്തിലാണെന്നുള്ളത്. അങ്ങനെ ഞാനത് പിടിക്കുകയാണ്. അത് ഷാനിഫ് ഐരൂർ എന്നാണ് അവൻ്റെ പേര്. ഗുഡ് ഈവനിങ്. ഷാനിഫ് ഐരൂരാണ്. ഒരു പ്രൊജക്ടിൻ്റെ ലൊക്കേഷനിലാണ് എല്ലാവരും ഉള്ളത്. ഒരുപാട് പ്രത്യേകത നിറഞ്ഞിട്ടുള്ള ഒരുപാട് അങ്ങനെ ഷാനിഫ് ഐരൂരെ ഞാൻ വിളിക്കുന്നു. ഞാൻ വിളിച്ച് അവൻ്റെ വീട്ടിലേക്ക് ചെന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുമെന്നൊക്കെ പറയുന്നു. അങ്ങനെ വലിയ വിഷയമാകുന്നു. അപ്പോൾ അവൻ പറഞ്ഞു ഇപ്പം ഞാനുമായിട്ട് പ്രണയം ഉണ്ടായിരുന്നത്, അവൾ ഇങ്ങോട്ട് വന്നതാണ് കാര്യങ്ങൾ. അവൻ കുറേ ഗ്ലോറിഫൈ ചെയ്ത് അവൻ്റെ കാര്യങ്ങൾ പറയുന്നു. അതങ്ങനെ ഒരു സംഭവമായിട്ട് അതൊരു വല്ലാത്ത സ്റ്റേജായിരുന്നു ആ സമയത്ത്. അത് കഴിഞ്ഞിട്ടും ഇവൾ പിന്നെ ഈ സജനയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ പേടിയോ നാണോ മാനോ അങ്ങനെയുള്ള സാധനമൊന്നുമില്ല. ഏതറ്റം വരെ വേണമെങ്കിലും തൻ്റെ വിജയത്തിന് വേണ്ടി പോകും. താൻ എന്തിഷ്ടപ്പെടുന്നോ അത് നടത്താൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകും. ഇനി അവൾക്കൊരു അപ്പം ആ പ്രണയം പോലും അവൾ പറഞ്ഞാൽ ഞങ്ങൾ ചിലപ്പോൾ ഒളിച്ചോടും, നിങ്ങൾ എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ട് എന്നെ തിരിച്ചു വരട്ടാൻ തുടങ്ങി. അപ്പം അങ്ങനെയാണ് കാര്യം. അത്തരക്കാരാണല്ലേ. അത് പൊളിച്ച്. അപ്പോൾ ആൽബം ഷൂട്ടിങ്ങൊക്കെ പല ദിവസങ്ങൾ നീണ്ടുപോകും എന്നൊക്കെയാണ് പറയണത്. കൊള്ളാലോ ഉണ്ട്. ആ കുഞ്ഞ് 2 വയസ്സോളമായിട്ടുള്ള മകനാണ്. പിന്നെ അത് കൂടാതെ എൻ്റെ സെക്കൻഡ് മാരേജാണ്. പിന്നെ ആ സമയമായപ്പോഴത്തേക്ക് ഓൾറെഡി ഇത്രയും 2 വർഷത്തോളം 2-2.5-3 വർഷമായില്ലേ ഞങ്ങൾ ജീവിച്ചു തുടങ്ങിയിട്ട്. ഞാൻ സജനയുമായിട്ട് വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റിലേക്ക് വന്നു. പക്ഷേ തിരിച്ചത് ഉണ്ടായിരുന്നില്ലെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. ഇതിലെ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഈ ഷാനിഫ് ഐരൂർ അതിൻ്റെ ഡയറക്ടറായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ പ്രൊഡ്യൂസർ നജീം കല്ലറ പാകിസ്ഥാൻ മുക്കിലുള്ള ഒരുത്തനാണ്. അവനാണ് ഈ ആൽബത്തിൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ അവൻ ഈ മലപ്പുറത്ത് വന്ന് കോട്ടയ്ക്കൽ പുതുക്കാട് വന്ന് സെറ്റിലായിരിക്കുകയാണ്. ഇങ്ങനെ ഈ സ്ഥിരം ഇങ്ങനെ ആൽബം ചെയ്യുന്ന ഓരോ പിള്ളേരെ കൊണ്ടുവന്നു ഇങ്ങനെയൊക്കെ ആൽബം ചെയ്യുന്ന ഒരു ടീമാണ്. അങ്ങനെ ഇവൻ എന്തോ അവൻ്റെ ബാങ്കിൽ 1 കോടി രൂപ കിടപ്പുണ്ട്. ഇവൻ ആരുമില്ല ഇവന് അതൊക്കെ പറഞ്ഞിട്ട് കുറേ സ്ഥിരം ചില ടീമുകൾ അടിക്കുന്ന നാടക ഡയലോഗ് ഉണ്ട്. അതൊക്കെ അടിച്ച് ഇവന് ഒരു സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്നതാണ്. മറ്റേ ഭയങ്കര സാധനങ്ങൾ ഇതൊക്കെ അടിച്ചിട്ട് ഇവളുമായിട്ട് കണക്റ്റഡ് ആകുന്നു. അവസാനം ഒരു സുപ്രഭാതത്തിൽ സജിന ഇവൻ്റെ കൂടെ ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. അത് എനിക്ക് സത്യത്തിൽ ഞാൻ മരിക്കണോ വേണ്ട എന്നുള്ള സിറ്റുവേഷനാണ്. കാരണം ഈ കുഞ്ഞില്ലായിരുന്നു ഒരുപക്ഷെ ഞാൻ ഇവരെ ഉറപ്പായിട്ട് അതിനുള്ള പ്രതികാരം ഞാൻ വീട്ടിയാണ്. പക്ഷേ ഈ കുഞ്ഞിന് വേണ്ടിയിട്ടും എനിക്ക് വല്ലാത്ത അവസ്ഥയാണ്. എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്നിട്ട് സജിനയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഞാൻ അന്നേരം നജീബിനെ വിളിക്കുന്നുണ്ട് പല പ്രാവശ്യങ്ങളിൽ. അപ്പോൾ ഇവർ ചെയ്തൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ ലീഗലി പോകാതിരിക്കാൻ വേണ്ടി ഒരു വിചിത്രമായ ഒരു എഗ്രിമെൻറ്റ് തയ്യാറാക്കി അത് വീഡിയോ എടുത്തിട്ട് എനിക്ക് ആ വീഡിയോ ഇട്ട് തന്നു. 8 വർഷങ്ങൾക്ക് മുന്നേ അയച്ച ആ വീഡിയോ ആണ്. അതൊക്കെ ഡിലീറ്റ് ചെയ്ത് പോയെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പോഴും ഐക്ലൗഡിലുണ്ടായിരുന്നു. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എന്റെ സ്വന്തം ഇഷ്ടത്തിലാണ് ജീവിക്കുന്നത്. ഇത്രയും വ്യക്തമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് ഫിറോസിനോട് ജീവിക്കാൻ. ഒക്കെ വട്ടണ്ട. എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ ഞാൻ ഇറങ്ങി വന്ന് സ്വന്തം ഇഷ്ടത്തിൽ എഴുതി. എനിക്ക് നാളെ കാലത്ത് എൻ്റെ ലൈഫിൽ നമ്മുടെ ലൈഫിൽ ഒരിക്കലും ഒരു ബാധ്യത ആവില്ല ഫിറോസ്. അതിന് വേണ്ടിയിട്ട് എഴുതി. ഓക്കെ നീ എന്തെങ്കിലും അതായത് കെട്ടിയോൻ എന്നറിയപ്പെടുന്ന അപ്പോഴത്തെ ഫിറോസിനെ വേണ്ട, ഇനി മറ്റവനോടെ മതി എന്നുള്ള രൂപത്തിൽ ലെറ്റർ എഴുതി അതിൽ വീഡിയോ എടുത്ത് അത് മറ്റോ സേഫ് ആവാൻ വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അവന് സേഫ് ആവണമല്ലോ അതിന് വേണ്ടി വീഡിയോ എടുത്ത് അയച്ചു കൊടുത്തിട്ട് ഇവിടെ തന്നെ ജീവിക്കുക എന്നുള്ള രൂപത്തിൽ എന്താ ചെയ്യാന്ന് ആലോചിച്ചിരിക്കണം. ഓരോരോ വള്ളിക്കെട്ടുകളെ. അല്ല ഫിറോസെ, ദീപിൻ്റെ എന്തിനാടാ ഫിറോസെ കിടക്കണം? എന്താവശ്യത്തിനായിരുന്നു വീണ്ടും അതിൻ്റെ പുറകെ കിടന്നത്? കളഞ്ഞിട്ട് കൂടെയായിരുന്നു അന്നേ. പിന്നെ ഇത് പേരദോഷമൊക്കെ കണ്ട കാര്യമുണ്ടായിരുന്നു. കാര്യങ്ങളും അത് നിൻ്റെ ഇഷ്ടപ്രകാരമാണോ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് സേഫാവുള്ള ഒരു എഗ്രിമെൻ്റാണ് തയ്യാറാക്കിയത്. അങ്ങനെ ഞാൻ പക്ഷേ എനിക്ക് ആ സമയത്ത് ഇവളടുത്ത് വിളി തെറ്റുകളൊക്കെ ചെയ്യുന്നെങ്കിൽ ഞാൻ ഇവിടെ കൂടെ ചേർക്കുകയാണ്. കാരണം എനിക്ക് അത്രമാത്രം ഒരു സ്നേഹമാണ്. ഈ ചിലർ ഇനി എത്ര വലിയ പിന്നെ സ്നേഹം
ആണെങ്കിലും നമ്മളവരെ ചേർത്ത് നിർത്തും. കുറച്ച് പേരെങ്കിലും അങ്ങനെ ഉണ്ടാകും. ഈ പോയി കാണുന്ന നിങ്ങളിൽ തന്നെ ചിലർ എന്നെ ഒരുപക്ഷെ ഇവൻ എന്തിനും ഒന്നയാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം ഒരു അനുഭവം വന്നപ്പോഴത്തേക്ക് കളഞ്ഞൂടെ എനിക്ക് സംശയമുണ്ടോ? ചോദിക്കില്ലേ? ആരായാലും ചോദിക്കത്തില്ലേ നീ എന്ത് പൊങ്ങയാണെന്ന്? ആരായാലും ചോദിക്കില്ലേ? അത് സ്വാഭാവികമാണല്ലോ ഫിറോസെ, സ്വാഭാവികമാണത്. കുറച്ച് പേർക്കെങ്കിലും എൻ്റെ ഫീലിങ്സ് മനസ്സിലാവും. നമ്മൾ അത്രമേൽ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവർ തെറ്റ് ചെയ്താൽ അവരെ കളയാൻ പറ്റില്ല. ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ അറ്റാച്ച്, പ്രത്യേകിച്ച് കുഞ്ഞും കൂടി ഉണ്ടായതുകൊണ്ട്. അങ്ങനെ ഇനി പറയുന്ന കാര്യങ്ങളിൽ ചിലപ്പോൾ മന്ത്രിമാരെ നിങ്ങൾക്ക് ചിലപ്പോൾ ഉപകാരപ്പെട്ടാലായി. കേട്ടോ നോക്കി. അതിൻ്റെ മേളിൽ വേറെ എന്താ വെച്ചാൽ അങ്ങനെയുള്ള ഉടായ്പ ബിസിനസ്സൊക്കെയാണ് അവൻ ചെയ്യുന്നത്. കംപ്ലീറ്റ് ഇല്ലീഗൽ ബിസിനസ്സുകളാണ്. അവന് കാക്കനാട് ജയിലിൽ കുറച്ച് നാൾ കിടന്നു. പിന്നെ അത് കൂടാതെ നമ്മുടെ കണ്ണൂർ ജയിലിൽ അവൻ കുറച്ച് നാളുണ്ടായിരുന്നു. അങ്ങനെ ഒരു വല്ലാത്ത പക്ക ഫ്രോഡായിട്ടുള്ള ഒരുത്തരം. അങ്ങനെ എൻ്റെ ഫ്രോഡ് ക്യാരക്ടറൊക്കെ സജിനയ്ക്ക് മനസ്സിലായിട്ട് ലാസ്റ്റ് എൻ്റെ അടുത്ത് വിളിക്കുന്നു. ഞാൻ വരും, എനിക്ക് നിങ്ങളില്ല പറ്റില്ല, എന്തായാലും ഞാൻ വരൂക്ക, നിങ്ങൾ വെയിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം സത്യത്തിൽ എനിക്ക് സന്തോഷമായി പുള്ളി വരും എന്ന് പറഞ്ഞാൽ. കുഞ്ഞൊക്കെ ആ സമയത്ത് വല്ലാത്തൊരു സ്റ്റേജിലായിരുന്നു. ഈ സജിനയുടെ മകളില്ല, ഈ മകൾ ആക്ച്വലി സജിനയുടെ ഉമ്മയുടെ കൂടെയാണ് നിൽക്കുന്നത്. അത് ഈ രണ്ട് കുഞ്ഞുങ്ങളെ ഇവിടെ പ്രസവിച്ചു എന്നുള്ളതല്ലാതെ, അല്ലെങ്കിൽ പാല് കൊടുത്തു എന്നുള്ളതല്ലാതെ ഇവരുമായിട്ട് അങ്ങനെ വലിയ കമ്മിറ്റ്മെൻറ്റോ എല്ലാവരും മുന്നിലും വീഡിയോയിലൊക്കെ എന്ന് പറയും എൻ്റെ ഉമ്മയാണ് വലുത്, എൻ്റെ രണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. അത് അങ്ങനെയല്ല യഥാർത്ഥത്തിൽ. അവളുടെ സുഖം തന്നെയാണ് അവർക്ക് വലുത്. ഇവർ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കളിപ്പാട്ടങ്ങളോ അതോ കൊടുക്കുന്ന എല്ലാ ഒരു മാതാവെന്ന് പറയുന്നുള്ളൂ. പിന്നെ അല്ലെങ്കിൽ ഒരു മാതാവെന്ന് പറഞ്ഞാൽ വീട്ടിൽ അവർക്ക് ഇഷ്ടമുള്ളൊരു സാധനം വെച്ചിട്ട് അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. അപ്പോൾ അത് ഇവരുടെ ഉമ്മായിക്കും അറിയാം. ഒരു ഉമ്മക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ആ കൊച്ചിനെ ഒരിക്കലും സജിനയുടെ കൂടെ വിട്ടില്ല. ഈ സ്കൂൾ വെക്കേഷൻ ടൈമിലാണ് ഇപ്പം നമ്മൾ താമസിക്കുന്നിടത്തേക്ക് കുട്ടിയെ കൊണ്ടുവരുന്നത്. ആ സമയത്ത് പോലും ഞാനാണ് ഇവിടെ രാവിലെ എഴുന്നേക്കില്ല. അതായത് ഉച്ചയ്ക്ക് ഒരു 12-12:30 ആവും എഴുന്നേക്കാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് ഇവിടെ ഉണർത്തുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ചായ ഇട്ടുകൊണ്ട് കൊടുത്തിട്ട് അവളെ മോളെ വാവയെന്ന് പറഞ്ഞ് എഴുന്നേക്കും. ഇല്ലെങ്കിൽ ഭയങ്കര വയലൻസാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ വന്നിരിക്കുന്ന, ഈ മോളും വന്നിരിക്കുന്ന സമയത്ത് ഞാനാണ് രാവിലെ എഴുന്നേറ്റ് ഇവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റുകൾ തയ്യാറാക്കി കൊടുക്കുന്നത്. ആ കുഞ്ഞിനെക്കുറിച്ചാണ് സജിന പരാമർശിച്ചത്. ഞാൻ കുഞ്ഞിനെ മാറ്റി നിർത്തുന്നത് ഇതേ കുഞ്ഞിനെ വെച്ചിട്ടാണ് പോക്സ് ഇട്ട് തരുമെന്ന് ഇവൾ പലപ്പോഴും എൻ്റെ അടുത്ത് പറയാറുള്ളത്. കാരണം ഇവൾ ഏതറ്റം വരെ വരാൻ കഴിയും. ഇതേ സംഭവം തന്നെ ഇവളുടെ കൂട്ടുകാരികളെടുത്ത്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പോൾ തെറ്റിയ കൂട്ടുകാരികളെടുത്ത് പറഞ്ഞത് അവർ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ എന്തെങ്കിലും എൻ്റെ ബാക്കിൽ വരുമോ, എനിക്ക് എന്തെങ്കിലും ഞാൻ അങ്ങേയറ്റം വരെ കളിക്കും. അങ്ങേർക്ക് ഞാൻ എൻ്റെ മോളെ വെച്ചിട്ട് പോക്സോ വരെ ഞാൻ ചെയ്തു കൊടുക്കും. ഇത് തന്നെ ഈ വിഷയങ്ങൾ നടക്കുമ്പോൾ ഒരു യൂട്യൂബറെ അടുത്ത് വിളിച്ച് അത് ചെയ്യിപ്പിക്കാൻ നോക്കി. ആ യൂട്യൂബർ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞ് ഈ ബോക്സേക്ക് കൊടുക്കണ ഒരു ടെസ്റ്റ് അങ്ങനെയൊക്കെയുള്ള ആണോ, എന്നാൽ പിന്നെ അതല്ല, മാനസികമായിട്ട് പിടിപ്പിച്ചത്. അപ്പോഴത്തേക്ക് ഉരുണ്ട് കളിക്കുന്നുണ്ട്. അത് അവന് വ്യക്തമായിട്ട് മനസ്സിലായിട്ട് അദ്ദേഹം അത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ എനിക്ക് മെസ്സേജ് അയച്ചു തന്നതിനകത്ത് ഞാനപ്പം ഈ വാർത്ത ഞാൻ അറിഞ്ഞിട്ട് ഞാൻ ഒരു ഉമ്മഅടുത്ത് വിളിച്ച് ഇങ്ങനെ ചോദിച്ചു, ഇനി സജിന മോളെ വെച്ച് വരെ കളിക്കുന്നത് അതെന്ത് മൃഗീയമായ ഇതാണ് അങ്ങനെയൊക്കെ പറഞ്ഞു. യൂട്യൂബറിൽ നിന്ന് ഞാൻ ചോദിച്ചു ഈ വിഷയം തുടക്ക സമയത്ത്. അപ്പോൾ ആ ഒരു ഉമ്മ പറഞ്ഞു, അത് ആ റെക്കോർഡ് എൻ്റെ ഉണ്ട്, ഉമ്മ അന്നേരം എനിക്ക് മെസ്സേജ് അയച്ചതാണ്, ഒരിക്കലും അങ്ങനെ ഒന്ന് കളിച്ചതൊക്കെ അവരൊക്കെ ചുമ്മാ പറഞ്ഞാൽ അവർ അയച്ച മെസ്സേജും എൻ്റെ കിടപ്പുണ്ട്. അങ്ങനെ അവിടുന്ന് ഈ നജീബിൻ്റെ അവിടുന്ന് സജിന അവൻ്റെ ഫ്രോഡ് സ്വഭാവങ്ങൾ മനസ്സിലാക്കിയിട്ട് വരികയാണ്. ഈ വരുമ്പോൾ അന്ന് 2018 ഫ്ലഡ് ടൈമാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട് ഞാൻ ട്രെയിനിൽ വന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ പലയിടത്തും മരങ്ങൾ വീണ് കിടക്കുന്നു ഒക്കെ. എന്നിട്ട് ആ എത്തിച്ചേരാൻ തന്നെ ഈ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ നിന്ന് എത്തിച്ചേരാൻ 3 ദിവസം എടുത്തു. അപ്പോൾ ഞാനിങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇവൾക്ക് വേണ്ടി ഇങ്ങനെ കാത്ത്. അപ്പോൾ കുഞ്ഞിനും വല്ലാത്തൊരവസ്ഥയില്ല, 2 വയസ്സുള്ള കുഞ്ഞല്ലേ. അപ്പോൾ അവനെന്ന് പറഞ്ഞാൽ ഈ 2 പേരെയും ഇഷ്ടമാണ്, എന്നെ അവളെയും തള്ളയും തന്തയില്ലേ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളുടെ നടുക്ക് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഒരു കുഞ്ഞായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവൾ വിളിക്കുന്നു, ട്രെയിൻ്റെ ആംബിയൻസ്. അപ്പോഴവിടെ നിന്ന് മതിയാക്കി ഇനി പോന്നു. കരയാനും അവനെ മടുത്തു. വീണ്ടും സ്വന്തം കെട്ടിയവനെ തന്നെ വേണമെന്നായി. ഞാനങ്ങ് വരയണേ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കേൾക്കാൻ വേണ്ടിയിരിക്കുന്നു. ഇനി ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് ഇവിടെയും. അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു. ട്രെയിനിലാണ് തിരിച്ചതെന്ന് പറഞ്ഞത്. ആംബിയൻസൊക്കെ കേൾപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? പക്ഷേ ഒരു ട്വിസ്റ്റ് കേട്ടു നോക്ക്. ഇത് ഞാൻ പറയുന്നതിനകത്ത് വടയെന്നൊക്കെ പറയുന്നതിനകത്ത് ഒരു പോയിൻ്റ് ഉണ്ട്. അപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന അങ്ങനെ 3 ദിവസം കഴിഞ്ഞ് അവൾ വന്നിട്ട് ഈ നജീബിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് എൻ്റെ അടുത്ത് വരുന്നത്. അവൻ പക്ക ഫ്രോഡാണെന്ന് എനിക്ക് അറിയാവുക, പക്ഷേ എന്നാലും എന്തോ അവൻ്റെ അടുത്ത് എനിക്ക് സ്നേഹമുണ്ട്, അതങ്ങോട്ട് പോകുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ സജിന ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ അന്ന് വന്നത് കാറിലാണ്, നജീബിക്ക എന്നെ കാറിൽ നിൽക്കുന്നു, എന്നെ കാറിൽ കൊണ്ടാക്കിയതാണ്. ഞാൻ ചോദിച്ചു, അതിന് നീ ട്രെയിനിലാണല്ലോ എന്നിട്ട് ആംബിയൻസൊക്കെ ഞാൻ കേട്ടില്ലേ? അത് നജീബിക്ക ഭയങ്കര ബുദ്ധിമാനാണ്. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അതായത് കാറിനകത്ത് യൂട്യൂബിൽ നിന്ന് അതിൻ്റെ പ്ലെയറില്ലേ, ഓഡിയോ സിസ്റ്റത്തിനകത്ത് പ്ലേ ചെയ്തിരുന്നതായിരുന്നു ഈ ആംബിയൻസ്, ട്രെയിൻ്റെ ആംബിയൻസ്. യൂട്യൂബിനകത്ത് നിന്ന് അത് പ്ലേ ചെയ്തതാണ് ആംബിയൻസ്. ഇത് വടയെന്ന് അയാൾ തന്നെ ഇടയ്ക്ക് വട എന്ന് പറഞ്ഞു. കണ്ടില്ലേ, ഇത്രയാണ് കാര്യം. അതായത് അവിടെ നിന്നും ഇവിടെ വരാൻ വേണ്ടി 3 ദിവസം വേണം. മഹാരാഷ്ട്രയിൽ നിന്ന് വരാൻ വേണ്ട അത്ര ദിവസം. 3 ദിവസം എടുത്ത് വരുന്നത്. അത് കാറിലാണ് വന്നത്. ഓക്കെ, കാറിൽ വന്നിട്ട് ട്രെയിനിൻ്റെ ആംബിയൻസ് കൊണ്ട് വേണ്ടി ചെയ്ത പരിപാടിയാണ്
യൂട്യൂബിൽ നിന്ന് ട്രെയിനിൻ്റെ ആ സൗണ്ടും കാര്യങ്ങളൊക്കെ വെച്ചൊരു ഓഡിയോ കേൾപ്പിച്ച് ഇതിൻ്റെ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ചായ ചായ വടേ 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 ചായ വടേ എന്ന് വിളിച്ചുകൊണ്ട് കൂടെ ഇരുന്നു. വില്ലൻ തന്നെ ആളില്ലാടിയാണ്. അപ്പോൾ നജീബ് മനസ്സിലാക്കണം, ഇന്ന് ഈ വീഡിയോ ഒരുപക്ഷെ നിനക്ക് കൂടെ ചേർത്തിട്ടായിരിക്കും സൃഷ്ടാവ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ഇല്ലെങ്കിൽ ഒരിക്കലും ഇതൊന്നും പുറത്ത് വരുത്തതുമില്ല. അത് എന്നോട് തന്നെ അതില്ലാതായ അത് കറക്റ്റ് കാര്യമാണ് കേട്ടോ. കാര്യം ഇതുവരെ പുറത്തറിയാത്തൊരു സംഭവമാണല്ലോ. ഇന്ന് ഈ പ്രശ്നങ്ങൾ കാരണമാണല്ലോ ഈ ഒരു സംഭവം പുറത്തു വന്നത്. അത് ദൈവനിശ്ചയമായിരിക്കാം. ഇതും കൂടെയൊക്കെ അറിയണമല്ലോ, അതിനുവേണ്ടിയായിരിക്കാം. എന്തായാലും ആ പറഞ്ഞ കറക്റ്റ് പോയിൻ്റാണ്. കെട്ടുകഥകളൊക്കെ പറയേണ്ടി വന്നത് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കൊണ്ടിരുത്തിയത് കേട്ടോ നജീമെ. അപ്പോൾ ഈ നജീമ് പലയിടത്തുനിന്ന് പോകാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് ആദ്യം ഒരു 10-16 വയസ്സുള്ള കുഞ്ഞുണ്ട് ആദ്യത്തെ വിഭാഗത്തിൽ. അത് പട്ടാമ്പിയിൽ നിന്ന് ഒരു എത്തിയുമായൊരു ഏരിയയാണ് കല്യാണം കഴിച്ചത്. പിന്നെ ട്രിവാൻഡ്രത്ത് നിന്ന് 2 പേരെ കല്യാണം കഴിച്ചിട്ടുണ്ട്. ഇടുക്കിയിൽ നിന്ന് ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന് ലാസ്റ്റെന്നാന്ന് തോന്നുന്നു, ഇടുക്കിയിൽ നിന്ന് വരുന്നുണ്ട്. ഇത്രയാണ് ഞാൻ അറിഞ്ഞ ന്യൂസ്. ഇതിനപ്പുറം കാണുമായിരിക്കും. ഞാനൊന്ന് അന്വേഷിച്ചപ്പോഴത്തേക്ക് അറിഞ്ഞ ന്യൂസാണത്. അപ്പോൾ ഇതാണ് നജീബിൻ്റെ കഥ. അങ്ങനെ തിരിച്ചു വന്നു. സജനയും ഞാനുമായിട്ട് വീണ്ടും കുഞ്ഞുമൊക്കെ ആയിട്ട് ലൈഫ് പോകുന്നു. അങ്ങനെ ബിഗ് ബോസ് വന്നു. ബിഗ് ബോസിൽ പിന്നെ നിങ്ങൾ കണ്ടാണല്ലോ ബിഗ് ബോസിൻ്റെ സംഭവങ്ങളൊക്കെ. അപ്പോൾ എല്ലാം ഹൈഡ് ചെയ്ത് ഇത് അയ്യോ ഓർമ്മിപ്പിക്കല്ലേ, ബിഗ് ബോസിൻ്റെ കാര്യം ഓർമ്മിപ്പിക്കല്ലേ, കേൾക്കാൻ വയ്യ. നിങ്ങൾ ഭയങ്കര ദമ്പതി, അതായത് മാതൃകാ ദമ്പതികളായിരുന്നല്ലോ ബിഗ് ബോസിൽ. നിങ്ങൾ കുറച്ച് കാലമൊക്കെ നമ്മൾ ഇഷ്ടപ്പെട്ടത് കേട്ടോ. കാര്യം നിങ്ങൾ ആ ഒരു പ്ലേയും കാര്യങ്ങളൊക്കെ. പക്ഷെ നിങ്ങളെ മാതൃകാ ദമ്പതിത്വം ഇപ്പോഴല്ലേ മനസ്സിലായത്. ഞാൻ അവളെ ഞാൻ അത്രമാത്രം സ്നേഹിച്ചു. കുഞ്ഞിൻ്റെ കാര്യം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് പുറത്ത് പറഞ്ഞാലുള്ള നാണക്കേടുകൾ, ഇങ്ങനെയുള്ള പല പല വിഷയങ്ങളുണ്ട്. രണ്ടാമത്തെ വിവാഹം, ഇതിലെല്ലാം കൂടി അവൾ ഒരുപാട് ഞാൻ സ്നേഹിച്ചു പോയി, ഭയങ്കരമായിട്ട് സ്നേഹിച്ചു. അപ്പോൾ ഇതൊക്കെ കാരണമാണ് ഇവളുടെ തെറ്റുകൾ പോലും ഞാൻ വീണ്ടും വീണ്ടും, കാരണം ഇങ്ങനെ ഒരു സ്റ്റേജ് ഒരാൾക്കും ഇങ്ങനെ ഒരു പക്ഷേ തെറ്റുകൾ പുറത്തു കൊടുക്കാൻ എന്നാണ് വിളിക്കുന്നത്. ഒരു ആർട്ടിസ്റ്റിനെ പരിചയപ്പെടുന്നിട്ട് വന്നിട്ടുള്ള അവരുടെ ഫ്രണ്ടാണ് വിമൽ, RS വിമൽ. അവന് മീറ്റു കേസിലൊക്കെ അവന് നേരത്തെയും അവന് പിടിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ RS വിമൽ എന്ന് നിൻ്റെ മൊയ്തീൻ എന്ന് പറഞ്ഞൊരു പടം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പടം മാത്രമേ ഡയറക്റ്റ് ചെയ്തുള്ളൂ. അതിൻ്റെ പ്രൊഡ്യൂസർ കുത്തുവാള എടുത്തെങ്കിലും ഇവൻ അതിൽ നിന്ന് കോടികളുണ്ടാക്കി, ഫ്ലാറ്റ് വാങ്ങി, സ്റ്റുഡിയോ ഉണ്ടാക്കി. ആ ഫ്ലാറ്റിനകത്ത് ഏകദേശം 1 കോടിയോളം വരുന്ന തന്നെ ഇൻറ്റീരിയറൊക്കെ ചെയ്ത് ആ പ്രൊഡ്യൂസർ കുത്തുവാള എടുപ്പിച്ച് വിട്ട് 10 വർഷമായിട്ട് അടുത്ത പടം ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു പക്ക ഫ്രോഡാണ്. ഓരോ പടങ്ങളുടെ ട്രailer അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പടങ്ങളിൽ ചാൻസ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഓരോ സ്ത്രീകളെ വിളിച്ചിട്ട് ഉപയോഗിക്കലാണ് എൻ്റെ പരിപാടി. അങ്ങനെ സജിനയും അതിനുമായിട്ട് പ്രണയത്തിലാവുന്നു. അവരുടെ പ്രണയത്തിലായി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഞാനത് പിടിക്കുന്നത്. അപ്പോൾ പിടിക്കുമ്പോഴത്തേക്ക് ഇവർ അതിന് മുമ്പേ തന്നെ പലയിടത്ത് വെച്ച് മീറ്റ് ചെയ്യുന്നു. ഇതിൽ ഒരു സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്തപ്പോൾ എൻ്റെ ഫ്രണ്ട് അവിടെ വെച്ച് കണ്ടിട്ടവരാണ് എൻ്റെ സത്യത്തിൽ വിളിച്ച് പറയുന്നത്. അതായത് ട്രിവാൻഡ്രത്ത് ലേക്ക് വ്യൂ ഐലൻഡ് റിസോർട്ട് അവിടെ വെച്ചിട്ടാണ് ഇവർ ആ റിസോർട്ടിൽ വെച്ചിട്ട് ഇവരെ കാണുന്നു. അങ്ങനെ അവിടുന്ന് എന്നെ ഇങ്ങനെ വിളിച്ച് പറയുന്നു. അങ്ങനെയാണ് ഞാൻ പിടിച്ചത്. അത് വലിയ വിഷയമായിട്ട് ലാസ്റ്റ് ഇവനെ പേടിയായിട്ട്, ഞാനൊരു ലോക്ക് ചെയ്യുന്ന പേടിയായിട്ട് അവൻ അവിടെ എസ്കേപ്പായി. അപ്പോൾ ഈ സജിന ഇതൊക്കെ ഒരു കൂളായിട്ടാണ് കാണുന്നത്. അവൾക്ക് അപ്പോഴത്തേക്കങ്ങ് നല്ല എന്താണ് ധൈര്യം, അവൾക്ക് എന്ത് വന്നാലും എനിക്ക് കൂസലില്ലാത്ത രീതിയിൽ അവൾ വലിയ ആർട്ടിസ്റ്റായി മാറി എന്നുള്ളത്. അതായത് ഞാൻ അവളെ കൊണ്ടുവന്നതാണ് ബിഗ് ബോസിലായാലും അവളുടെ അഭിനയ മോഹം കൊണ്ട് എൻ്റെ കൂടെ ബിഗ് ബോസിൽ കൊണ്ടുവന്ന് ഞാൻ ഡാൻസ് പഠിപ്പിച്ച് ഡാൻസ് ഷോസിൽ കൊണ്ടുവന്നു. ഇത് അപ്പോൾ പലരും പറയാം അങ്ങനെ നീ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈ എന്താണ് അവളെ പറക്കാനാണ് ആഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നേരത്തെ പണ്ട് പറഞ്ഞിരുന്ന അവൾ ഞങ്ങൾ സെപ്പറേറ്റ് ആയ സമയത്ത് ഡിവോഴ്സ് എന്ന് പറഞ്ഞൊന്ന് വീഡിയോ പറഞ്ഞില്ലേ, ആ സമയത്ത് ഞാൻ എന്ന് പറയേണ്ടി വന്നു. ഓക്കെ, എന്നിട്ട് ഞാൻ അവളന്ന് പൊഴുത്തിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ പല കാര്യങ്ങളുള്ളിൽ ഒതുക്കിയിട്ട് ഞാൻ അവൾക്ക് പറക്കാൻ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ് ആ ഡിപ്ലോമാറ്റിക് ഡയലോഗ്സ് ഇപ്പോൾ എടുത്തിട്ട് വേറെ പല യൂട്യൂബേഴ്സും ചെയ്ത് കോമഡിയൊക്കെ ഞാൻ നന്നായിട്ടുണ്ട്. അങ്ങനെ ഈ വിമലിൻ്റെ കേസ് കിട്ടൽ കഴിഞ്ഞ് ആ സമയമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ലക്ഷ്മി ജയൻ. ഈ ലക്ഷ്മി ജയൻ എന്ന് പറയുന്നത് ഒരാളെയും കൂസാക്കാത്ത ഈ സജിനയെ പോലെ തന്നെ മറ്റൊരു ലേഡിയാണ്. വാല്യൂസ് എന്തെന്നറിയാത്ത, സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു ലേഡിയാണ്. അപ്പോൾ അതേ ക്യാരക്ടറുള്ള സജിനയെ കൂടെ കിട്ടിയപ്പോഴത്തേക്ക് ഇവർ തമ്മിൽ കൂട്ടായിട്ട് പിന്നെ ഇവർ ഈ ലേഡീസ് ഉള്ളി എന്ന് പറഞ്ഞിട്ട് ഒരു യാത്ര. അപ്പം ഈ യാത്ര ചെയ്യുന്ന പോയി കഴിഞ്ഞാൽ 3, 4, 5 ദിവസമേ കഴിഞ്ഞിട്ട് വരില്ല. അങ്ങനെ ഭയങ്കര വിഷയങ്ങൾ നടക്കുന്നുണ്ട്. സജിനയായിട്ട് പറഞ്ഞാൽ പിന്നെ സജിന കേൾക്കില്ല, ആര് പറഞ്ഞാലും കേൾക്കില്ല, ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല, ഒരു ഉമ്മ പറഞ്ഞാൽ കേൾക്കില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ എന്ത് പറയുമ്പോൾ ഇവൾക്ക് ഈ സൂയിസൈഡ് ടെൻഡൻസി ഉണ്ട്. ഇവിടെ ഏത് കാര്യം സാധിക്കാൻ വേണ്ടി കഴുത്തിലൊക്കെ കത്തിയൊക്കെ എടുത്തു അവളുടെ തന്നെ. എന്നിട്ട് ഒന്നാമതിൽ കൈ മുറിച്ചതിൻ്റെ പാനിക്കായിട്ട് ആ ഒരു ട്രോമ ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇവൾ ഇങ്ങനെ കഴുത്തി കത്തി വെച്ച് കാണിക്കും, ഇവൾ ഒച്ചത്തിൽ കിടന്ന് പോവും. അപ്പം ഇതിനെ തൊട്ടടുത്ത് തന്നെ പരിസരത്തേക്ക് ആളുണ്ടായിട്ട് എനിക്ക് ഭയങ്കര നാണക്കേടാണ് അവർക്ക് കേൾക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉച്ചത്തിൽ തെറി വിളിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പല സംഭവങ്ങൾ. ഒരു വയലൻസ് സ്റ്റേജ് കാണിക്കും, ഒരു എന്താണ് ഒരു ഭ്രാന്ത് വന്ന അവസ്ഥ പോലെയൊക്കെ കാണിച്ച് ഇവളുടെ കാര്യം നടന്നില്ല എന്നുണ്ടെങ്കിൽ. അങ്ങനെ നമ്മൾ ഇവിടെ പിന്നെ പറഞ്ഞാൽ കേൾക്കില്ല, നമുക്ക് കെട്ടിയിടാനൊന്നും പറ്റില്ല, കെട്ടിയിട്ടാലും കെട്ടഴിച്ചിട്ട് പോയി കളയുന്ന രീതിയാണ്. അപ്പോൾ ആര് പറഞ്ഞാലും കേൾക്കില്ല. അത്രയും ഒരു എന്താണ് വേറെ മൈൻഡാണ്. തൻ്റെ ഇടയിൽ ഒന്നും പറയുന്നില്ല, തൻ്റെ ഇടം നല്ലത് തന്നെയാണ്, പക്ഷേ ഇത് അതൊക്കെ മേലെ ഉള്ളൊരു സാധനമാണ്. അപ്പോൾ അങ്ങനെ ലക്ഷ്മി ഞങ്ങൾ പിന്നെ വിളിച്ചിട്ട് പറയും ഇവിടെ കൊണ്ടുപോയി എന്നൊക്കെ പറയുമ്പോൾ അവൾ പറയുന്നില്ല, എൻ്റെ അടുത്ത് വരുന്നതാണ്, എനിക്ക് അങ്ങനെ കൊണ്ടുപോയിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത്. ഇതിൻ്റെ കഥയെന്ന് പറഞ്ഞാൽ ഈ ലക്ഷ്മി അത്യാവശ്യം എല്ലാ ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ ചില വീഡിയോകളും എൻ്റെ ഗൾഫിൽ വെച്ചിട്ട് ഉപയോഗിച്ചതിൻ്റെ വീഡിയോ ഉണ്ട്, അത് തൽക്കാലം ഞാൻ വിടുന്നില്ല അത്. അപ്പോൾ ഈ ലക്ഷ്മിക്ക് കുറച്ച് ടീമുകളുണ്ട്.
ഹെവി ടീമുകളോട്ടാണ് എല്ലാം ക്രിമിനൽസും പിന്നെ ഗുണ്ടകൾ വലിയ സാമ്പത്തികമായിട്ടുള്ള ഹെവി പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ആയിട്ടാണ് ഇവർക്ക് ഭയങ്കര കമ്പനി. ഇവർക്ക് ഈ കാലിക്കറ്റ് ഒരു ടീമുണ്ട്, അതിനകത്ത് ഉബി എന്ന് പറഞ്ഞിട്ട് ഉബൈദ് എന്ന് പറഞ്ഞിട്ട് ഒരാളുമായിട്ട് പ്രണയത്തിലാണ്. അങ്ങനെ അയാളെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ പോകുമ്പോൾ ഇവളുടെ കാർ ഇവിടെ തന്നെ ഡ്രൈവ് ചെയ്ത് പോകുന്നത് കൂട്ടായിട്ട് അവൾ അതേ ക്യാരക്ടറാണല്ലോ സജിനെ അവരെ ഇവിടെ പിടിച്ചിട്ട് കൊണ്ടുവന്നതാണ്. കൊടൈക്കനാലിൽ കിട്ടുന്ന സംഭവം മാജിക് മഷ്റൂം ഇതൊക്കെ അടിക്കുക, ഇവർ മറ്റ് പല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക, ഇങ്ങനെ അവർ എൻജോയ് ചെയ്ത് വേറൊരു ലോകത്താണ്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുക, വേദനയൊക്കെ കടിച്ച് പിടിച്ച് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരുപാടുണ്ടോ ഇതൊരു ബാലപ്പടക്കത്തിന് തീ കൊളുത്തി പോലെയാണ്. ഒന്ന് പൊട്ടുന്നതനുസരിച്ച് അടുത്ത പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കുറ്റി ആവി വരാനേ പൊട്ട് എന്ന് പറയുന്ന ഒരു കുറ്റി ആവി വരാനേ താമസമുള്ളൂ. ഒരെണ്ണം ആവി വന്നു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ആവി വന്നോളൂല്ലോ. അങ്ങനെ വല്ലതായിരിക്കും അല്ലേ? ആയിരിക്കും. മനു സീക്കോ, സുലൈമാൻ മാനു എന്നാണ് അറിയപ്പെടുന്നത്. അവന് റെഡ് ബെൽ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടൽ ലീസിന് എടുത്തിട്ട് അത് റെൻ്റ് ഔട്ട് ചെയ്യുന്നത്, പിന്നെ അതുപോലെ മൊബിറ്റോ അങ്ങനെ എന്തൊരു ഹോട്ടൽ എടുത്ത് റെൻ്റ് ഔട്ട് ചെയ്യുന്നതും ലീസിനെടുത്ത് റെൻ്റ് ഔട്ട് ചെയ്യുന്നത്, പിന്നെ ഈ പ്രീമിയം കാറുകളുടെ ബിസിനസ്, സെക്കൻഡ് ഹാൻഡ് കാറുകളുടെ ബിസിനസ് ഇങ്ങനെ പറയും. പിന്നെ പല ഇല്ലീഗൽ പരിപാടിക്കും പുള്ളി പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഈവൻ ഗോൾഡ് കടത്തിന് പോലും പുള്ളി പിടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പുള്ളിയും ഇവളുമായിട്ട് പക്കാ പ്രണയത്തില്ല. ഇവർക്കൊന്നാമത് ഈ ഗുണ്ടകളെ പോലെയുള്ളവരും ഇങ്ങനെയുള്ള ഫ്രോഡുകൾക്ക് എപ്പോഴും ഫ്രോഡുകളെയാണല്ലോ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെയുള്ള ഇഷ്ടം ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇവനുമായിട്ട് അങ്ങ് പക്ക പ്രണയത്തിലായി അതും ഞാൻ പൊക്കുന്നു. ഇതൊക്കെ ഞാൻ ചുരുക്കി പറയുന്നെങ്കിൽ ഇതിനൊരു അവസാനമില്ലേ സഹോദര? ഞാൻ ചുരുക്കി എൻ്റെ ഭഗവാനേ, എൻ്റെ ശബരിമല മുരുക, നീയേ തോണാ നിനക്ക്. അത് കഴിഞ്ഞുടനെ അടുത്ത ആളെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇതിനിടയ്ക്ക് ഇവർ ഗൾഫിലൊക്കെ പോകുന്നുണ്ട്. ലക്ഷ്മി ഗൾഫ് ഷോ എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നുണ്ട്. കാരണം ഇവിടെ ഒരിക്കലും പൂട്ടിയിടാൻ പറ്റില്ല, അത്ര ഇതാണ്. ഇതിൽ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ, വേദനാജനകമായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സജിന ഞങ്ങൾ പുതിയ വെച്ച വീട്ടിൽ താമസിക്കുമ്പം രാത്രി 12 മണി ഇവർ ഇങ്ങനെ ലക്ഷ്മിയായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളത് കണ്ട് ആകെ ഇറിറ്റേറ്റഡ് ആയിരിക്കും. രാത്രി 12 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ പോകാൻ വേണ്ടിയിട്ട്, അപ്പോൾ അതായത് ലക്ഷ്മി അവിടെ എത്തിക്കഴിഞ്ഞു, ഇവർക്ക് പോകണം. അപ്പോൾ അത് രാത്രി ഒരു ബസ്സുണ്ട്, അപ്പോൾ അതിനകത്ത് ഓൾറെഡി ബുക്ക് ചെയ്തിട്ട് ഇവിടെ പോകണം. ഞാൻ വിടത്തില്ല, കാരണം എനിക്കറിയാം പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഈ മാനുവിനെ കാണാൻ അങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെയുള്ള ഇതെനിക്കറിയാം. ഞാൻ വിടില്ല. പക്ഷേ അവൾ അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കി, കത്തി വെച്ച് ഭയങ്കര വിഷയം ഉണ്ടാക്കിയിട്ട് എന്നെക്കൊണ്ട് ഞാൻ വണ്ടിയിൽ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കി. എന്നിട്ട് ഞാൻ നോക്കിയിരിക്കുകയാണ് കോഴിക്കോട്ടോട്. എന്തൊരു അപ്പോൾ നിങ്ങൾ പറയും, പക്ഷേ ഇനി അടുത്ത ദുബൈയിലാണ് കളി. അവിടെ അടുത്ത സെറ്റപ്പുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അല്ല ഫിറോസ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതിനെല്ലാം നീ തന്നെ എല്ലാം കുട പിടിച്ചു കൊടുക്കുകയാണ്. നീ പറഞ്ഞിട്ടായിരിക്കുമല്ലോ പോകുന്നത്, എൻ്റെ അനുവാദമില്ലാതായിരിക്കുമല്ലോ അപ്പോൾ ആ സമയത്തൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാത്തിനും കുട പിടിച്ചു കൊടുക്കുന്ന നീ ആയിരുന്നു. അത് ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്നാണ് പറയാൻ പോകുന്നത്. ഒരു താർ വണ്ടിയായിരുന്നു, ഇപ്പോൾ എനിക്ക് നല്ല ഓർമ്മ. അതിനകത്ത് ഇരുന്നുകൊണ്ട് ഇവർ നൈറ്റ് ഡ്രൈവിന് പോകുകയാണ്. എന്നെ വീഡിയോ കോൾ ചെയ്ത് കാണിക്കും. അപ്പോൾ മോനും ഞാനും അവിടെ ആ രാത്രിയിൽ ഈ വീഡിയോ കോളും കണ്ടുകൊണ്ട് അവിടെ കിടക്കുകയാണ്. അപ്പോൾ അത്ര ക്രൂരയാണ്. അവളുടെ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ഏതറ്റം വരെ വേണമെങ്കിലും കളിക്കും. വേറെ ഒരാൾക്ക് എന്ത് സംഭവിക്കുന്നു, വേറെ ആളുടെ വേദന എന്താണ്, അങ്ങനെ ഒരു ചിന്ത അവൾക്കില്ല. അങ്ങനെ ഈ മാനുവിൻ്റെ ചാപ്റ്റർ കഴിഞ്ഞിട്ടാണ് നേരെ ലക്ഷ്മി, അതിനിടയ്ക്ക് ഗൾഫിൽ ഇവർ പോകുന്നുണ്ട്. ഇവൾക്ക് ഞാൻ പറഞ്ഞു നേരത്തെ തന്നെ പറഞ്ഞു, ഇവർക്ക് ഭയങ്കര ബന്ധങ്ങളാണ്. അങ്ങനെ ലക്ഷ്മി അവിടെ ചെന്നിട്ട് അവിടെ കുറച്ച് പേരെ കണക്ട് ചെയ്ത് കൊടുക്കുന്നത്, കുട്ടികൾക്ക് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അവിടെ പിന്നെ ലക്ഷ്മിയുടെ ഒരു കൂട്ടുകാരുടെ വീട്ടിൽ ഇവർ പല ഇല്ലീഗൽ പരിപാടികളും നടത്തുന്നതോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ വീഡിയോസ് ഉണ്ട്, ഇപ്പോൾ തൽക്കാലം ഇരുന്നില്ല. പിന്നെ അത് കൂടാതെ തന്നെ അവിടെ ഈ ഒരു വലിയൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന അക്കൗണ്ട്സിലാണ്, അല്ല മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന രണ്ട് പേരുണ്ട്. ഒന്നൊരു സക്കീർ, ഒന്ന് ജാഹിദ്. ഇവർ ഈ പ്രോഗ്രാംസൊക്കെ കണ്ടക്ട് ചെയ്യുന്ന എൻ്റർടൈൻമെൻറ്റ് സംഭവങ്ങളൊക്കെ കമ്പനിക്ക് വേണ്ടി ഇവരാണ് കണ്ടക്ട് ചെയ്യുന്നത്. അത് കോർഡിനേറ്റ് ചെയ്യുന്ന ഒരുത്തനാണ് ബെൻസർ. ഈ ബെൻസറിനെ കുറിച്ച് പല അലിഗേഷൻസും അവിടെ പല യൂട്യൂബേഴ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ബെൻസറിൻ്റെ പരിപാടി എന്ന് പറയുന്നത്, ഇവർ 3 പേർക്ക് ഫ്ലാറ്റ് എടുത്തിട്ടുണ്ട്. ഈ ഫ്ലാറ്റിലാണ് ആഫ്റ്റർ പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഉള്ള കാര്യങ്ങൾ നടക്കുന്നത്, ലഹരി മരുന്നുകളും അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അതിൻ്റെയും വീഡിയോ എന്റെയിലുണ്ട്. കാരണം ഇവർ നമുക്ക് നാളെ ലീഗലായിട്ട് പോകുന്ന ഒരവസ്ഥ വരികയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് ഡിജിറ്റൽ തെളിവാണ്, ചുമ്മാ വായിത്തു എന്ന് വിളിച്ചു പറയല്ല. ഇവരൊക്കെ ഈ പറഞ്ഞ ലക്ഷ്മി കൊണ്ടുവരുന്ന സജിനയ്ക്ക് ഒരു പുതിയ ലോകം എന്താണെന്നുള്ളത്, ലഹരി ലോകം എന്താണെന്നുള്ളത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവൾ എന്തൊക്കെ ചെയ്യിപ്പിക്കാമോ അതെല്ലാം ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇതുകൂടാതെ അബുദാബിയിൽ ഒരു ലേഡിയുമായിട്ട് പേര് പെട്ടെന്ന് പറഞ്ഞു, ആ ലേഡിയുമായിട്ട് സജിന പോകുന്നു. ഷബാന എന്ന് പറഞ്ഞ ലേഡിയായിട്ട് പോകുന്നു. ഈ ഷബാനയൊക്കെ ഈ മാനുവിൻ്റെ ഇവരുടെ ഗ്യാങ്ങിലെ ഫ്രണ്ടാണ്. ഈ ഷബാനയുടെ ഒരു ബോയ് ഫ്രണ്ടും അവൻ്റെ ആ ഫ്രണ്ടിനോട് വന്നിട്ട് ഫ്രണ്ടുമായിട്ട് ഇവർ റൂം എടുത്ത് 4 പേർ കൂടെ താമസിക്കുന്നു. ഇങ്ങനെയുള്ള പല കഥകളിൻ്റെ ഇടയിൽ കൂടെ നടന്നത് എല്ലാം നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പണം കൊണ്ട് ഒരുത്തിനോട് വിളിച്ചോടിയപ്പോഴത്തേക്ക് പണം കണ്ടുതന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് പണം വേണ്ടത്. സത്യമല്ലേ? ആണല്ലോ, സത്യമല്ലേ? നിക്കാരം കഴിഞ്ഞ് നിങ്ങൾ നോക്കിയോ, ഫേസ്ബുക്കിൽ എന്നെയും എന്റെ ഭർത്താവിന്റെ ഫോട്ടോ ഞാൻ ഇടാൻ പോവാ. നീ ഫേസ്ബുക്കിൽ ഇടല്ലേ, നാണം കിട്ടിയ ചാവും കേട്ടോ. അതാ പറഞ്ഞ പോയി ചാവ്, നിങ്ങൾ പോയി. അതാണ് ഏറ്റവും ഞാൻ നല്ലത്. ഏറ്റവും നല്ലത് നിങ്ങൾ ചാവുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കൊച്ചുങ്ങളെ ഇട്ടിട്ട് വിളിച്ചോടി പണക്കാരുടെ കൂടെ പോയിട്ട് ജീവിക്കുന്നതാണോ ശരി സജിന?
ആണ് ഞാൻ വിടുമ്പോട്ടെ എനിക്ക് എന്റെ സുഖങ്ങളാണ് വലുത്. ഏത് ലെവലിൽ ഞാൻ കളിക്കുമെന്ന് എന്നെ എന്റെ ലെവലിൽ വിട്ടേക്ക്. ഞാൻ കേസ് കളിക്കാൻ വേണ്ടി വിചാരിക്കുന്നത് ഏത് ലെവലിൽ ഞാൻ പോയി. അങ്ങനെയാണ് നായകൻ്റെ എൻട്രി അല്ലേ? നായകൻ വന്നത് അങ്ങനെയാണ്. ബാക്കിയൂടെ കാണാം, എന്തൊക്കെയാണെന്ന് അറിയണ്ടേ. ഈ സമയത്താണ് ഒറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമയിൽ ഇവൾക്ക് പാടാനും കണ്ട് റസൂൽ പൂക്കുട്ടി അവസരം കൊടുക്കാമെന്ന് കണ്ട് പറഞ്ഞിട്ട് ഇവൾ കൊണ്ടുപോയിട്ട്, അതായത് ലക്ഷ്മി ജയൻ കൊണ്ടുപോയി പരിചയപ്പെടുത്തുന്നു. ആരെയാണ്? ഈ വുമണൈസർ റസൂൽ പൂക്കുട്ടിയെ. അങ്ങനെ അയാൾ കണ്ടിട്ട് അതിനകത്തൊരു വേഷം അങ്ങ് കൊടുക്കാം. ഒരു വേഷം എന്ന് പറഞ്ഞാൽ എന്തോ ചെറിയൊരു സാധനം, അതായത് ഉദ്ദേശം വേറെയാണല്ലോ. അപ്പോൾ അങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇവർ കണക്റ്റ് ആവുന്നു. അങ്ങനെ ഇവർ പ്രണയത്തിലേക്ക് പോകുന്നു. പിന്നെ ഞാൻ അറിയുന്നത് ദുബായിൽ വെച്ച് ഇവർ കാണുന്നു. മുംബൈയിൽ ഇവിടെ ഫ്ലൈറ്റ് എടുത്ത് പോയിട്ട് ഇയാളുടെ സ്റ്റുഡിയോയിൽ പോയി കാണുന്നു. ഈ ഒറ്റിൻ്റെ ഷൂട്ട് നടക്കുമ്പോഴും അതിൻ്റെ ഒറ്റിൻ്റെ ഇത് കഴിഞ്ഞ് ഷൂട്ട് കഴിഞ്ഞ് എഡിറ്റ് നടക്കുന്ന സമയത്ത് എൻ്റെ ബാക്കിൽ പിന്നെ അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഞാനൊരു സിനിമ ചെയ്തുകൊണ്ട് ഈ സമയമാണ് തേരി മേരി എന്ന് പറഞ്ഞിട്ട് വർക്കല. അപ്പോൾ അവിടെ നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ, ഗൾഫിലുള്ള കുറച്ച് സുഹൃത്തുക്കൾ, അവരുടെ കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഒക്കെ കാണിച്ചിരുന്നു. ഞാനങ്ങനെ ഇവരെ മുംബൈയിലെ വീട് എനിക്കറിയില്ല, അങ്ങനെ അഞ്ചലുള്ള വീടുണ്ട്. അഞ്ചലുള്ള വീട്ടിൽ ഞാൻ പോകുന്നു. ഞാൻ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് അഞ്ചലുള്ള വീട്ടിൽ പോയി. നിങ്ങൾ എത്ര പുറകെ കിടന്നിട്ട് എന്ത് കാര്യമാണ്? എന്ത് തിരക്കിടന്നിട്ട് എന്ത് കാര്യമാണ്? വെട്ടിൽ പോലെ തെറിച്ചെറിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്ന സംഭവമല്ലേ? ഓടിയിട്ട് വല്ല കാര്യമുണ്ടാ? ഇവിടത്തേക്കായിട്ട് വന്നതാണോ അതോ വേറെ വന്നിട്ട് കയറിയത്? അല്ല, ഇവിടത്തേക്കായിട്ട് വന്നൊരു പേഴ്സണൽ മാറ്റർ പറയാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അപ്പോൾ അതിൻ്റെ കാരണക്കാരൻ റസൂൽ പൂക്കുട്ടിയാണ്. ഞാൻ പുള്ളിയെ വിളിച്ച് അപ്പോൾ എനിക്ക് അത് പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം പുള്ളി ലൈഫ് കുടുംബമായിട്ട് ജീവിക്കുന്നതല്ല. നമുക്ക് ഇതിനകത്ത് പഠിച്ചൊക്കെ എനിക്കറിയാം. പക്ഷെ നമ്മളെ നോവിക്കാനൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ നോവിക്കാൻ വേണ്ടി പുള്ളി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കുടുംബം തകർന്നു. പക്ഷെ അത് നിങ്ങൾ വിളിച്ചപ്പോൾ ഇനി ഉണ്ടാകും. വേറെ ഒന്നും ഞാൻ ഡിമാൻഡ് ചെയ്യുന്നില്ല. ഇനി നിങ്ങളിപ്പോൾ ഡൈവോഴ്സ് ആയോ? ഡൈവോഴ്സ് ആയിട്ടില്ല. നിങ്ങളിപ്പോഴും എൻ്റെ കാര്യമാണോ? മനസ്സിലായി. അപ്പോൾ നിങ്ങൾ വിളിച്ചപ്പെട്ട കാര്യം ചെയ്താൽ ഇനി സജിനയുമായിട്ട് സജിനെ പ്രൊട്ടക്ട് ചെയ്യണോ, സജിനെ കാണാനോ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പാടില്ല. ഇത് കാരണം ഞാൻ ഇനി തുടർന്നു കഴിഞ്ഞാൽ, കാരണം നിങ്ങൾക്ക് പറയാൻ തുടങ്ങുന്നു, ഇനിയും പുള്ളിയെ തുടർന്നു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഇത് പോകേണ്ടി വരും. എൻ്റെ കുടുംബം ഞാൻ പറഞ്ഞേ ഫിറോസ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോമ്പ് ഇതാക്കിയിട്ട് ഫിറോസ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല റസൂൽ. റസൂലിൻ്റെ കുടുംബമാണ് ഫസ്റ്റ്. മക്കളെയും തള്ളയും വിട്ടിട്ട് ഒരു ഏർപ്പാടും റസൂൽ നിൽക്കുന്നത്. പിന്നെ എൻ്റെ അനിയൻ്റെ ഭാഗത്ത് നിന്ന് ഒരു റോങ് ഉണ്ടാകുന്നത് മനസ്സിലായി 100% പറയാം. എൻ്റെ മോനെ കുറിച്ച് ഒരു പറയാൻ അല്ല, എൻ്റെ മോനെ കുറിച്ച് എൻ്റെ അനിയനെ കുറിച്ച് പറയാൻ പറ്റും. ഓക്കെ, അല്ല ഞാൻ നല്ല സംഭവങ്ങൾ അങ്ങോട്ട് വിശ്വാസം തന്നെയാണ്. പക്ഷേ ഇത് ഞാൻ ഇത്ര അറിഞ്ഞ കാര്യം ഞാൻ ചർച്ച ചെയ്തു. അത് ആ ഒരു അടുപ്പം പറ്റോ സ്നേഹം പറ്റോ ചിലപ്പോൾ ചുടി ചെയ്യുന്ന കാണുമായിരിക്കും. എനിക്ക് അദ്ദേഹം പറഞ്ഞില്ല. ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞോ, ഞാൻ സത്യനാഥ് സാറിനെ കാണാൻ റസൂൽ സാറിൻ്റെ എഡിറ്റിംഗ് അടക്കുമ്പോഴാണ് ഞാൻ പോയത്. ഞാൻ അവിടെ കണ്ടോന്നുണ്ട്. ചിലപ്പോൾ ഫാൾസ് ഇൻഫർമേഷൻ ആയിരിക്കും. ഞാൻ ഇത് ക്ലിയർ ആക്കി എന്നെ സംബന്ധിച്ച് ഇപ്പോഴും ഞാൻ പറയുന്നത് ഇനി അത് തുടരും. എനിക്ക് വേണമെന്നില്ല, എനിക്ക് വന്ന കാര്യം കാരണം ഞാൻ ഇപ്പോഴും ഞാൻ തകർന്നിരിക്കുന്ന ഒരാളാണ്. ഇപ്പോഴും ഞാൻ മണിയുമായിട്ടാണ്. കാരണം നിങ്ങൾ വീട്ടിൽ വന്നിട്ട് ഞാൻ സംസാരിക്കുന്നത് എന്തുമാത്രം എൻ്റെ വിഷമം എന്നുള്ളത് മനസ്സിലാക്കും. എന്തുമാത്രം മാനസികം ഇത് നിങ്ങൾക്ക് ഈ അവസ്ഥ വന്നാലും മനസ്സിലാക്കും. നിങ്ങളുടെ മകനോ നിങ്ങൾക്ക് ഈ അവസ്ഥ വരും. കാരണം ഇപ്പോഴും ഞാൻ പറയുന്നത് അതെ അതെ, കൂടപ്പുറപ്പുകളൊക്കെ അല്ലേ, ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും. നിങ്ങളതിനെ എത്രയൊക്കെ എന്താ പറയുക വെള്ളതയ്ക്കാൻ നോക്കിയാലും ചിലതൊന്നും പെട്ടെന്ന് അങ്ങോട്ട് ആർക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഈ വീഡിയോയിലൊക്കെ കാണുമ്പോൾ വിശ്വസിക്കുമായിരിക്കും അല്ലേ? എന്തോ ആവട്ടെ, കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കട്ടെ. രണ്ടുപേരുടെ ലൈഫ് ഇല്ലാതാക്കി. അപ്പോൾ അങ്ങനെയുള്ള ആ ക്രിമിനൽ ബാക്കിയുള്ളവരുടെ ലൈഫ്. അപ്പോൾ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് എന്നെ ഏത് കള്ളക്കേസും കുടുക്കി ഏത് കള്ളക്കേസിലും കൊണ്ടിടുക എന്നുള്ളത് 100% ഉറപ്പാണല്ലോ. അത് കണക്ക് ക്രിമിനലായിട്ടുള്ള സജിന ഏതറ്റം വരെ വേണമെങ്കിൽ പോകുന്നുള്ളത് 100% ഉറപ്പാണ്. ഇത് ഈ ഓഡിയോ ഒന്ന് കേൾക്കുക. റസൂൽ പൂക്കുട്ടിയും സജിന ഡുമ്മായും സജിനയുമായിട്ട് സംസാരിക്കുന്ന ഒരു ഓഡിയോ ആണ്. ബൈബിൾ പ്രകാരം അത് ദൈവമാണ്, അത് ദൈവം ചെയ്തു, ഞാൻ ഇനി ചെയ്തെന്ന് പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറി. അപ്പം ഞാൻ പറഞ്ഞു, നീ ദിയയും കൂടെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി എന്തുകൊണ്ടാണ് ദിയ ഇത്ര ചൂടായിരിക്കും മനസ്സിലാണ്. അന്നമ്മയുടെ സംഭവം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ദിയയുടെ കാര്യം അത് ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം എന്ന് പറഞ്ഞ് പിരിഞ്ഞതാണ്. അപ്പം ഞാൻ ഈ ഒരു വാക്ക് പറഞ്ഞതുകൊണ്ടാണ് അവൻ ഇങ്ങനെ സ്റ്റാൻഡ് എടുത്തത്. അത് ഞാൻ പറഞ്ഞു, ഈ രണ്ടാമത് പ്രഗ്നൻസി ഉള്ള കാര്യം അത് സത്യമല്ല എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞു. ഞാൻ റിപ്പോർട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. അത് സത്യമല്ലെന്ന് പറഞ്ഞു. അപ്പം അത് കേട്ടപ്പോഴാണ് ഇവരും താന്ന്. കാരണം ഇവരുടെ ആയുധം അതായിരുന്നല്ലോ, മെയിൻ ആയുധം.
ഈ കാര്യം ഞാൻ സംസാരം മതി എന്റെ അബദ്ധത്തിൽ എന്ന് പറഞ്ഞു ഭയങ്കര ചൂടാകുന്നു. അവരോട് പറയാം ചൂടാകാതെ ഇന്ന് ഞാൻ ഇതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് മനസ്സിലാക്കാൻ പറയും. അല്ല ഞാൻ ഒരു കാര്യം പ്രസൂട്ടി, ആവശ്യമില്ല. എന്തിനെ നമ്മൾ മറ്റുള്ളവരോട് നമ്മളിപ്പോ മീഡിയയിൽ നിന്ന് പറയല്ലോ. തൽക്കാലം ഉണ്ടായിരിക്കുന്ന ഒരു വലിയ വിഷയം ഒന്ന് ശാന്തമാക്കാൻ ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. അത് അങ്ങനെ മാത്രം എടുത്താൽ മതി. ഇപ്പൊ ഞാൻ ഷാജിയുടെ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. അതുപോലെ ഒരു ചെറിയൊരു നമ്മളത് ഒരു തൽക്കാലം കുറച്ച് സമയത്തേക്ക് ഒന്ന് മൂടിയിരിക്കുന്നതേ ഉള്ളൂ. ഒരു മാസം കഴിയുമ്പോൾ എന്താണെന്ന് അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അല്ല ഞാൻ പിന്നെ ഒരു കാര്യം പറയാം സൂര്യ, ഞാൻ സത്യം നേരിട്ട് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പം എന്താണ് നിങ്ങൾ ഇതിപ്പം നേരെ പോകാൻ പറ്റുന്ന സ്ഥിതിയിലാണോ റസൂൽക്കുട്ടി പോകുന്നത്? എന്താ വെച്ചാൽ എനിക്ക് നേരത്തെ അറിഞ്ഞാൽ അതിനുള്ള വഴി ഒപ്പിക്കാനും എന്തെങ്കിലും അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തും എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഞാൻ പറയുന്നത്. ഇപ്പം ഈ ഇവിടെ പറഞ്ഞാൽ ഒന്ന് തണുത്ത് വരുമ്പം റസൂൽക്കുട്ടിയുടെ വായിന്ന് ഞാൻ അയാളെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, അന്നമ്മയെ വിളിച്ച് ഇത് പറഞ്ഞു, അത് ഇതൊക്കെ വലിയൊരു വിഷയത്തിൽ പിന്നെ താഴെ നിൽക്കുന്നോ വിചാരിക്കുന്നത്. ഞാൻ 100% വാക്കുകളാണ്. ഞാൻ അന്നമ്മയോ ഇവളുടെ കൂട്ടുകാരികളോ അച്ചായനോ ഇവൾക്ക് എതിരായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനുമായിട്ടും സംസാരിക്കുന്നില്ല. ഞാൻ ഇന്നലെ മുതലുള്ള സംഭവം നിർത്തി. ഓക്കെ, അത് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവൾക്ക് ഏറ്റവും ഉയർന്ന തരത്തിലുള്ള സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. എത്രയും പെട്ടെന്ന് ഒരു ലീഗൽ സംഭവം എടുത്തിട്ട് ഇവനെതിരെ കേസ് ഫയൽ ചെയ്യാം, ഫിറോസിനെതിരെ. അത് ശരിയാണ്. ആരും അറിഞ്ഞില്ല, ഒരു മനുഷ്യരും ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല, ഒരു മനുഷ്യരും അറിഞ്ഞിട്ടില്ല. എത്രയൊക്കെ നമ്മൾ ഒളിച്ചു വയ്ക്കാൻ നോക്കിയാലും ആരും അറിഞ്ഞിട്ടില്ല. ഒളിഞ്ഞു തന്നെ ഇരിപ്പുണ്ട് അല്ലേ? എന്തായാലും കേട്ടിടത്തോളം കാലം നമുക്ക് മറ്റുള്ള ഭാഗങ്ങൾ കേട്ടിട്ടില്ല, ഒരാളുടെ ഭാഗം മാത്രമാണ് കേട്ടിട്ടുള്ളത്. പക്ഷേ അയാൾ കൊണ്ട് തെളിവ് സഹിതങ്ങളാണ്, വീഡിയോ സഹിതം വോയിസ് കാര്യങ്ങളെല്ലാം തെളിവ് സഹിതം തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഫിറോസിൻ്റെ വാക്കിനെ തള്ളിക്കളയാനും പറ്റത്തില്ല. എന്താണ് സത്യം എന്താണ് രൂപങ്ങളൊക്കെ പിന്നെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ കണ്ടതിൽ നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളത്, നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.